എന്നുള്ളത് ഈ അടുത്ത് നമുക്ക് അതിന്റെ അനൗൺസ്മെന്റ് നടക്കേണ്ടായി. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പരിപാടി ഇന്ന് ഈ പരിപാടിയിൽ നമ്മളുമായിട്ട് സംവദിക്കുന്ന വേണ്ടിയിട്ടുള്ള എക്സ്പേർട്ടുകളുണ്ട്. ആ എക്സ്പേർട്ടുകളെ കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നമുക്കിന്ന് 3 ആളുകളാണ് നമ്മളുമായിട്ട് സംസാരിക്കാനുള്ളത്. ഒന്ന് ദേവിമാം. ദേവിമാം എന്ന് പറയുന്നത് സ്വീസിലെ MTTസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുകയാണ് ദേവിമാം. അവർ ഇന്ന് ഈ MTTസുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോണ്ടസോറി ടീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ MTTസുമായി TTCയുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ഭാഷ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കരീം ഷാറാണ്. അദ്ദേഹം ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഈ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾക്ക് ഉറപ്പ് തരുന്നതിന് വേണ്ടിയിട്ട് സ്വീസിന്റെ ആരാധ്യനായിട്ടുള്ള ചെയർമാൻ ശ്രീ CPM ഹാരിസ് അവർകൾ ഇന്ന് ഈ ഒരു പരിപാടി നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ ഒരു പരിപാടി ഹൃദയത്തോട് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ 300-ൽ പരം വിദ്യാർത്ഥികളാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് ഹൃദയത്തോട് സ്വാഗതം ചെയ്യുക. സോറി, ഞാൻ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 2 ആളുകളുടെ പേര് പറഞ്ഞു. ദേവി മാം MTTസുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്നു. അതേപോലെ തന്നെ MTTസിന്റെ ലാബ് പ്രാക്ടിക്കൽ അത് നമുക്ക് വിദ്യാർത്ഥികളുമായിട്ട് പറയുന്നതിന് വേണ്ടി അൽഫോൺസ മാം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷിന്റെ അധ്യാപകൻ കരീം സാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് സ്വീസിന്റെ ആരാധ്യനായ ചെയർമാൻ ശ്രീ CPM ഹാരിസ് അവർകളും ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ പരിപാടിക്ക് ഹൃദയത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ദേവി മാം ഇവിടെയുണ്ട്. അപ്പൊ ദേവി മാം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടതുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ നൽകും. സോ ദേവി മാം ഇവിടെ അവൈലബിൾ ആണ്. ദേവി മാം ഒന്ന് ഹായ് പറയാൻ പറ്റുമോ? ദേവി മാം ഈസ് ഹിയർ. ഹായ് ദേവി മാം, ജസ്റ്റ് ഒന്ന് മൈക്ക് ഒന്ന് മ്യൂട്ട് അൺമ്യൂട്ട് ഒന്ന് ചെയ്യാൻ പറ്റും മാം? ഓക്കെ, മാഡത്തിന് കേൾക്കുന്നില്ല, ഒന്ന് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നില്ല. ജസ്റ്റ് വെയിറ്റ്. Okay, let me check. Just a ma'am. Okay, ma'am. Yes. Yes. Hi, Tani sir. Good evening, sir. How are you? Yeah, very good evening, ma'am. Thank you. Welcome to this program. നമുക്ക് ഏകദേശം 300ഓളം വിദ്യാർത്ഥികളാണ് ഇന്നത്തെ ഒരു സ്വീസിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. 300. Yes. സോറി, എല്ലാവരും ക്യാമറ ഓൺ ആക്കുവോ? ഓക്കെ, റൈറ്റ്. അപ്പൊ ദേവിക നമുക്കറിയാം നമ്മുടെ എന്താ പറയുക MTTസുമായി ബന്ധപ്പെട്ട് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ എക്സ്പോർട്ട് ട്രെയിനിങ് ചെയ്യുന്ന ദേവി മാമാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ഇതിനോടൊപ്പം തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് സ്വീസിന്റെ പ്ലാറ്റ്ഫോമിൽ നിരവധി കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കുന്നത്. 10,000-ൽ പരം അധ്യാപകരാണ് ഈ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സ്വീസിന്റെ അധ്യാപകരായിട്ട് കേരളത്തിന്റെ മികച്ച വിദ്യാലയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് വളരെ പ്രൗഢിയോടുകൂടി നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് വളരെ ശ്രദ്ധേയത്തോടുകൂടി ദേവി മാഡത്തിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മാം പ്ലീസ്, ഐ ഹാൻഡ് ഓവർ ദിസ് സെഷൻ ഫോർ യു. എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ആക്കോ? ഞാൻ എല്ലാരെയും കണ്ടൊന്ന് സ്മൈൽ ചെയ്യൂ. എല്ലാവരും ഒന്ന് ചിരിക്കൂ. എന്നിട്ട് ക്യാമറയുടെ മുന്നിൽ എങ്ങനെയാ നിങ്ങൾ? യെസ്, എല്ലാവരും ഒന്ന് ചിരിച്ചോളൂ. ഓക്കെ, യെസ്. ഇനി ഞാൻ ഹലോ എന്ന് പറയുമ്പോ നിങ്ങൾ ഹായ് എന്ന് പറയണം. എന്റെ അതേ ട്യൂണില് പറയൂ എല്ലാരും. ഞാൻ എന്താ പറയാ? ഹലോ, നിങ്ങൾ ഹായ് പറയില്ലേ? ഹലോ, ഹായ് പറയൂ.
നമുക്ക് നമുക്ക് അവിടെ ഒക്കെ അയ്യോ മൈക്ക് നമ്മളിപ്പോ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അതെ എല്ലാവരും അതെ വോയിസ് ഡിസ്റ്റർബ് ആവാനൊക്കെ. അവിടുന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ പറയുന്ന അതേ ട്യൂണിൽ ഹായ് പറയണേ. ഹലോ. ഓ ഹായ്ക്ക് ഒരു ഇതില്ലല്ലോ, സ്മാർട്ടായിട്ട് പറയൂ. ഹലോ 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 പറയൂ. അതേ ട്യൂണ്. ഹായ് 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 എന്ന് പറയൂ. യെസ്, ഒന്നുകൂടി. ഹലോ ഹലോ ഹലോ. യെസ്, ഒന്നുകൂടി പറയൂ. യെസ്, അപ്പൊ സൗണ്ട് ഉണ്ടാക്കാതെ, ഞാൻ സൗണ്ട് ഉണ്ടാക്കാതെ ഹലോ 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 പറഞ്ഞു. അപ്പൊ നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കാതെ യെസ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ഞാൻ ക്ലാസ് ക്ലാസ് എന്ന് പറയുമ്പോ നിങ്ങൾ യെസ് യെസ് എന്ന് പറയണം, സ്മാർട്ടായിട്ട്. ക്ലാസ് ക്ലാസ്. ഓ ആ യെസിന് ഒരു സ്മാർട്ട് ഇല്ലല്ലോ, നല്ല സ്മാർട്ടായിട്ട് പറയും. ക്ലാസ് ക്ലാസ്. ഒന്നുകൂടി. ക്ലാസ് ക്ലാസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവർക്കും ഒന്ന് എണീച്ച് നിൽക്കാൻ പറ്റുമോ? എണീച്ച് നിൽക്കുമോ? എല്ലാവരും ഒന്ന് എണീച്ച് നിൽക്കുമോ? ചേർന്ന് പാവകളൊക്കെ ഉണ്ടുള്ളവര് ഇതായിക്കോളും, അല്ലാത്തവരൊക്കെ ഒന്ന് എണീച്ച് നിൽക്കും. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. ഒന്ന് ചിരിക്കുന്നുണ്ട് എല്ലാവരും, ഒന്ന് ചിരിക്കും. സ്റ്റാൻഡ് അപ്പ്, സ്മൈൽ ചെയ്യും. യെസ്. ടീച്ചേഴ്സ് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ചിരിക്കലാണ് കേട്ടോ. യെസ്, എല്ലാരും ഓക്കെ ഓക്കെ, എല്ലാരും എണീച്ചെന്നോളൂ കേട്ടോ. ഓ യെസ്. ഹാൻഡ്സ് അപ്പ്. കൈ പൊക്കൂ. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് ഡൗൺ. ഹാൻഡ്സ് അപ്പ്. Hands down. Hands up. Hands up. ഓ ആരാ ഹാൻഡ്സ് ഡൗൺ ആക്കിയത്? ഹാൻഡ്സ് അപ്പ് എന്നല്ലേ പറഞ്ഞ? യെസ്, ഹാൻഡ്സ് ഡൗൺ. വെരി ഗുഡ് വെരി ഗുഡ്. ഇത് ക്ലാപ്പ് ചെയ്യും എല്ലാവരും. ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, ക്ലാപ്പ് ചെയ്യൂ. ക്ലാപ്പ് 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 ക്ലാപ്പ്. നല്ലോണം ക്ലാപ്പ് ചെയ്യും എല്ലാവരും. യെസ്, ഓൾറൈറ്റ്. ഈ സൗണ്ട് ഇല്ലാതെ ക്ലാപ്പ് ചെയ്യൂ, വിതൗട്ട് മേക്കിംഗ്. മെല്ലെ മെല്ലെ മെല്ലെ. യെസ് യെസ്, മെല്ലെ മെല്ലെ മെല്ലെ. ക്ലാപ്പ് 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 ക്ലാപ്പ്. സൗണ്ടില് ക്ലാപ്പ് ചെയ്യൂ, സൗണ്ടില്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു ക്ലാപ്പ് പറയട്ടെ, ചെയ്യോ? എന്താ ഫയർ ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? എന്താ ഫയർ ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ അറിയോ? ഫയർ ക്ലാപ്പ് ഞാൻ കാണിച്ചു തരാം, അതുമാതിരി ചെയ്യോ? ഓക്കെ, 1 2 3 ബൂം. അതാണ് ഫയർ ക്ലാപ്പ്. ഒന്ന് ചെയ്യോ എല്ലാരും? 1 2 3 ബൂം. യെസ്, അതും കൂടി ചെയ്യും. 1 2 3 ബൂം. യെസ്. ഇനി നിങ്ങൾക്ക് ചപ്പാത്തി ക്ലാപ്പ് എന്ന് പറഞ്ഞത്. ചപ്പാത്തി ക്ലാപ്പ്. ചപ്പാത്തി കേൾക്കുമ്പോ വിശക്കുന്നുണ്ടോ? ചപ്പാത്തി ക്ലാപ്പ് എന്താണെന്ന് അറിയോ? ചെയ്യൂ. 1 2 3 ചപ്പാത്തി 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 ചപ്പാത്തി. ഒന്ന് ചെയ്യും എല്ലാരും ചപ്പാത്തി ക്ലാപ്പ്. 1 2 3 ആട്ട്. ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തി. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി വേറെ ക്ലാപ്പ് കൂടി പറഞ്ഞു തരട്ടെ. ചിക്കൻ ക്ലാപ്പ്. എന്താ ചിക്കൻ ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാം? ചിക്കൻ ക്ലാപ്പ്. ചിക്കൻ ചിക്കൻ, കോഴി കോഴി, അറിയോ? പറയട്ടെ. 1 2 3 അതാണ് ചിക്കൻ ക്ലാപ്പ്. ഒന്ന് എല്ലാവരും ചെയ്യൂ. 1 2 3 ഒന്നുകൂടി സ്മാർട്ട് ആയിട്ട് ചെയ്യും. 1 2 3. വാവകളൊക്കെ ചെയ്യുന്നുണ്ട്. യെസ്. ഇനി ഞാൻ വേറെ ലാസ്റ്റ് ഒരു ക്ലാപ്പ് പറയാം. അത് കേൾക്കുമ്പോ ചിരിക്കരുത്. ഫഹദ് ഫാസിൽ ക്ലാപ്പ്. ഫഹദ് ഫാസിൽ. ഓ എല്ലാവർക്കും നാണം വന്നല്ലോ ഫഹദ് ഫാസിലിന്റെ പേര് കേൾക്കുമ്പോഴത്തേക്കും. ഫഹദ് ഫാസിലിന് ഇഷ്ടമാണോ? എന്താ ഫഹദ് ഫാസിൽ ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ അറിയോ? ഫഹദ് ഫാസിൽ ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഫഹദ് ഫാസിലിന്റെ ട്രാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? ട്രാൻസ്. ട്രാൻസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ട്രാൻസ് എന്നുള്ള സിനിമ?
അതിൽ ഫഹദ് ഫാസിൽ ഒരു ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ സിനിമ കണ്ടാലറിയാം. ഈ രണ്ട് ഇവിടെ ഈ പാമ്പ് ഭയങ്കര സ്പീഡിൽ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് അങ്ങനെ ചെയ്യും. ഇവിടെ മാത്രം യൂസ് ചെയ്തിട്ട്. യെസ്, ഇപ്പൊ ട്രാൻസ് കണ്ടോരാണ്. ഇതാണ് ഫഹദ് ഫാസിൽ ക്ലാപ്പ്. യെസ്, ദിസ് ഈസ് ഫഹദ് ഫാസിൽ ക്ലാപ്പ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, യെസ്. എല്ലാരും ഒന്ന് ഇരുന്നോളൂ. ഓൾ ഓഫ് യു സിറ്റ് ഡൗൺ. എല്ലാരും ഇരിക്കൂ. മുട്ടുവേദന, കാലുവേദന, പുറം വേദനയ്ക്കായി ഒന്ന് എണീച്ച് തിന്നപ്പോഴത്തേക്കും ഒന്ന് എണീപ്പിച്ച് നിർത്തിയിട്ട് ഞാന് ക്ലാപ്പ് ചെയ്യിപ്പിച്ചപ്പോഴും ഹലോ ഹായ് പറഞ്ഞതുകൊണ്ട് കയ്യോ കാലൊക്കെ വേദനിക്കുന്നുണ്ടോ? എന്ത് തോന്നി? ഇതിന്റെ വാമപ്പ് ആക്ടിവിറ്റി പറയൂ. ഒരു വാമപ്പ് ആക്ടിവിറ്റി ചെയ്തപ്പോ എന്ത് തോന്നി എല്ലാവർക്കും? പറയൂ. കൈ വേദനിച്ചു, കാല് വേദനിച്ചു, പുറം വേദനിച്ചു, നടുവേദനിച്ചു ഉണ്ടോ? പിന്നെ എന്താ തോന്നിയത്? അടിപൊളി. യെസ്, അതാണ് ആൻസർ. അടിപൊളി, ഒരു എനർജി കിട്ടി. യെസ്. അപ്പൊ ഒരു ഫീലിംഗ് ഗുഡ്, വെരി ഗുഡ്. ഒരു ദിവസം നിങ്ങൾ ഇത് ചെയ്തപ്പോ നിങ്ങൾക്ക് നല്ല ഫീലിംഗ് ഗുഡ്, എനർജി കിട്ടി. അപ്പൊ നിങ്ങൾ ഒരു കൊല്ലം മുഴുവൻ ഈ സ്വീസിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഒരു കോഴ്സ്, 1 ഇയർ കോഴ്സ് TTC ആയാലും MTTTC ആയാലും ചെയ്യുമ്പോ എത്രമാത്രം നിങ്ങളുടെ എനർജി കൂടും അല്ലേ? എത്രമാത്രം നിങ്ങൾ ഇത് ആലോചിച്ചു. ഈ ഒരു ദിവസം ഇരുന്നിട്ട് അപ്പൊ ഒരു 2 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇതിന്റെ വാമപ്പ് ആക്ടിവിറ്റിയാണ്. അത് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും ഫീലിംഗ് ഗുഡ്, എനർജി കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ചെയ്യുന്നു അല്ലേ? അപ്പൊ ഒരു 1 ഇയർ മുഴുവൻ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം സ്മാർട്ട് ആവും, എന്ത് നല്ല എനർജി നിങ്ങൾക്ക് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് നമ്മുടെ സ്വീസ് എന്ന് പറയുന്നത് കേട്ടോ. 1 ഇയർ കോഴ്സ്. യെസ്, കണ്ടോ? അടിപൊളി. കണ്ടോ? നിങ്ങളിപ്പോ ഒരു 2 മിനിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അടിപൊളി. അപ്പൊ എല്ലാ ദിവസവും ഒരു 1 അവർ ക്ലാസ്. ആ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റി ചെയ്യും. ബാക്കി സമയം ഇരുന്ന് പഠിക്കും. TTC, MTTTC ഒരുപാട് കോഴ്സസ് ഉണ്ട്. 1 ഇയർ കോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലാസ്സസ് ആയിരിക്കും. നല്ല ടീച്ചേഴ്സിന്റെ ക്ലാസ്സസ് ആയിരിക്കും. പിന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു അല്ലേ? എന്റെ പേരറിയോ? എന്റെ പേര് ദേവി എന്നാ. ദേവി. ഞാൻ ഒരു 23 ഇയേഴ്സ് ആയിട്ട് കിൻഡർ ഗാർഡൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. ഞാനൊക്കെ നിങ്ങളുടെ മാതിരി ഇതുമാതിരി മോണ്ടിസോറിയും ഈ പഠിക്കുന്ന കാലത്തൊക്കെ 25 കൊല്ലം മുമ്പ് അന്ന് ഇതുമാതിരി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ എങ്ങനെയായിരുന്നു പറയാ, കഷ്ടപ്പെട്ടിട്ട് പോസ്റ്റലായിട്ടായിരുന്നു പഠിച്ചത്. ആ നാട്ടിലൊന്നും ഈ മോണ്ടിസോറി കോഴ്സ് ഒന്നും തുടങ്ങിയിട്ടില്ല. എന്നിട്ട് ചെന്നൈത്തെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു പോസ്റ്റലായിട്ട് ഇങ്ങോട്ട് അയച്ചു തരും. അതൊക്കെ വായിക്കും. സംശയമുള്ളത് അങ്ങോട്ട് അയച്ചു കൊടുക്കും. പിന്നെ 2 ആഴ്ച കഴിയുന്ന സംശയങ്ങൾ തീർത്തിട്ട് അവർ ആൻസർ തരാന്. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാ ഞാനൊക്കെ പഠിച്ചത്. അപ്പൊ ഞാൻ വിചാരിക്കും ഇപ്പത്തെ നിങ്ങളൊക്കെ എത്ര ലക്കിയാണ് എന്ന്. ഇത്രയും നല്ലൊരു സ്ഥാപനം നിങ്ങളുടെ മുന്നിലുണ്ട്. ഓൺലൈൻ ക്ലാസ് ആണ്, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങളുടെ വിരൽ തുമ്പിൽ എന്ന് പറയില്ലേ, നമ്മൾ ഏതൊരു പരസ്യത്തിലുള്ള മാതിരി എല്ലാം നിങ്ങളുടെ വിരൽ തുമ്പിലാണ്. ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കോഴ്സ്, എന്താ പഠിക്കേണ്ടത്, എന്താ നോട്ട്സ്, എല്ലാ ഡൗട്ടും ചെയ്തു തരും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പൊ നിങ്ങൾ ഈ മോണ്ടിസോറി ചെയ്യുകയാണെങ്കിൽ, MTTTC എന്നുള്ള ഒരു 1 ഇയർ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിന് മെയിൻ ആയിട്ട് മോണ്ടിസോറി സബ്ജക്റ്റാ, മോണ്ടിസോറി ഫിലോസഫി. പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്, മനസ്സിലായി. പിന്നെ സ്കൂൾ മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ മോണ്ടിസോറിയുടെ പ്രാക്ടിക്കൽ ഉണ്ട്. അങ്ങനെ 4ഓ 5ഓ സബ്ജക്ട്സേ ഉള്ളൂ. അതെല്ലാ ദിവസവും ഒരു 1 അവർ ആണ്. ആ 1 അവർ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും, ഗ്രൂപ്പ്സ് ഉണ്ടാവും. അങ്ങനെ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇതാ നിങ്ങൾ ടീച്ചറായിട്ട് സർട്ടിഫിക്കറ്റും കിട്ടും. മുഹസീന ടീച്ചർ, ഷബാന ടീച്ചർ, ഫാത്തിമ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്കൂളുകളിൽ ജോലിക്ക് കയറാം. ഒന്നും വേണ്ട. ഇപ്പൊ ഈ ജനുവരിയിൽ ഒരു കഴിഞ്ഞ ബാച്ച് തുടങ്ങിയതാണ്, 6 മാസമായിട്ടുള്ള. ആ ബാച്ചിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 50% കുട്ടികൾ ഇപ്പൊ പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങി 6 months ആയപ്പോ തന്നെ അവര് ജോലിക്ക് കയറി തുടങ്ങി. അവർ അപ്ലൈ ചെയ്തു. പിന്നെ അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അടുത്ത ജനുവരി ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്യും. അതിനു മുമ്പ് അവർ MTTC ബാച്ചിൽ ഒരു ജോലിക്ക് കയറി തുടങ്ങി. ഇവിടെ മാത്രമല്ല, ദുബായ്, സൗദി, കുവൈറ്റ്, രാജസ്ഥാനില് ഒരു കുട്ടിയുള്ളത്. ആ കുട്ടി കയറി. ഇന്നിപ്പോ പാലക്കാട്ട് ഒരു കുട്ടി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, മാം ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞു എന്നുള്ളത്. അത് 6 മാസമായപ്പോഴത്തേക്ക് അവർ ട്രൈ ചെയ്തു. കാരണം എല്ലാ ദിവസവും ഒരു 1 അവർ ഇങ്ങനെ നല്ല സ്മാർട്ടായിട്ട് ഫുൾ എനർജിയിൽ ചെയ്യല്ലേ. അപ്പൊ അവർക്ക് പിന്നെ ഇന്റർവ്യൂ ഒക്കെ പോയാൽ നന്നായിട്ട് അവർ ചെയ്യും. ഞങ്ങൾ എല്ലാ നോട്ട്സ് തരും, പ്രാക്ടിക്കൽസ് ഉണ്ടാവും. നിങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് റെഡി ടു വെയർ സാരി ഇല്ലേ, റെഡി ടു വെയർ സാരി എന്ന് കേട്ടിട്ടുണ്ടോ?
സാരി ഉടുക്കുന്നവർക്ക് റെഡി ടു വെയർ ചുരുക്കുണ്ടാവും, ഇവിടെ മുന്താടി വെച്ചിട്ടുണ്ടാവും, എല്ലാം റെഡി. അത് എടുത്തോണ്ട് ഇട്ടാ മതി, നമ്മൾ നൈറ്റി ഒക്കെ ഇടുന്ന മാതിരി. കേട്ടിട്ടില്ല അങ്ങനത്തെ സാരി? യെസ്, അതേമാതിരിയാണ് നമ്മുടെ സ്വീറ്റ്സ്. എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. നോട്ട്സ് ഉണ്ടാവും, വാട്സപ്പ് ഗ്രൂപ്പിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടാവും, നല്ല മെന്റേഴ്സ്, എല്ലാത്തിനും അപ്പപ്പ ആൻസർ ചെയ്യുന്ന ടീച്ചേഴ്സ്. അതാണ് ഞാനിപ്പോഴും റെഡി ടു വെയർ ആണ്. റെഡി ടു വെയർ സാരിമാരിയാണ് നമ്മുടെ സ്വീസ് അക്കാഡമി. ഇതെല്ലാം നിങ്ങളുടെ എന്താ വിരൽ തുമ്പിലാണ്. അതെടുത്തോണ്ട് സാരി ഉടുക്കുന്ന മാതിരി ഇട്ടാൽ മതി. അതേമാതിരി ആ നോട്ട്സും പഠിപ്പും എല്ലാ ദിവസവും ഒരു 1 hour ക്ലാസ് ടൈമിൽ വന്നിരുന്നാല് പക്ക നിങ്ങളെല്ലാം പഠിച്ചു കഴിയും. നോട്ട്സ് എഴുതുക ഒക്കെ കഴിയും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെത്. പിന്നെ ഞാൻ പറയാ, ഈ മോണ്ടിസോറിയും ഈ PPTTC ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ കിൻഡർഗാർഡൻ മുതൽ 4th വരെ കുട്ടികളെ പഠിപ്പിക്കാം. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കിൻഡർഗാർഡൻ മുതൽ 4th വരെ കുട്ടികളെ പഠിപ്പിക്കാം. നിങ്ങൾക്ക് ഏറ്റവും നല്ല, ഈ ലേഡീസിന് ഏറ്റവും നല്ല പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം ഏറ്റവും നല്ല പ്രൊഫഷനാണ്. ആ ഫുൾ സൂം ക്ലാസ് ആണ് കേട്ടോ ടീച്ചിങ്. കാരണം കുട്ടികളെ, എസ്പെഷ്യലി ചെറിയ കുട്ടികളെ എളുപ്പമാണ് കൈകാര്യം ചെയ്യാൻ. ഒന്ന് അവരെ സോപ്പ് ഇട്ടിട്ട് നമുക്ക് അവരൊന്ന് സ്നേഹിച്ചാൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. ഞാൻ തന്നെ കുട്ടികളോട് പറയും കേട്ടോ. പിന്നെ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഞാൻ പറയാറുണ്ട് കേട്ടോ, പാരന്റ്സിന്റെ കംപ്ലൈന്റ്, കുട്ടികൾ ഫുഡ് കഴിക്കില്ല, പിന്നെ ഹോംവർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ക്ലാസ്സിൽ കുട്ടികളോട് പറയും, മിസ്സിന്റെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട് കേട്ടോ, ആ കമ്പ്യൂട്ടർ ഓൺ ആക്കിയാൽ മിസ്സിന് നിങ്ങളുടെ വീട് മുഴുവൻ കാണാം, അപ്പൊ കംപ്ലീറ്റ് ഹോംവർക്കും ചെയ്തോളൂ, ഫുഡും കഴിച്ചോളൂ എന്നൊക്കെ. ഇങ്ങനെ കുറച്ച് പറഞ്ഞ് അവരെ സോപ്പിടാൻ പറ്റും. വലിയ കുട്ടികളെ മാതിരിയല്ല. അപ്പൊ അത് കാരണം അവരെ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ എളുപ്പമാണ്. അതെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നാക്ക് വെച്ചിട്ട് കുട്ടികളെ ഇതാക്കി കഴിയുകയാണെങ്കിലും ഈസി ആയിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. 1 year കോഴ്സ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. കോഴ്സ് ആദ്യം ചേരുക കേട്ടോ. കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഗൾഫിലേക്ക് പോകുന്നവരുണ്ടല്ലോ, ഗൾഫിലേക്ക് പോകുന്നവർ പലപ്പോഴും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുള്ളതാണ്, നമ്മൾ ഗൾഫ് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ 100% കാര്യം ശരിയായിട്ട് ഗൾഫ് പോയി കഴിഞ്ഞാൽ അത് നടക്കില്ല. അതായത് ജോലി കിട്ടണം, താമസിക്കാനുള്ള സൗകര്യം വേണം, വിസ വേണം, അങ്ങനെ എല്ലാം റെഡി ആയി കഴിഞ്ഞ് നമ്മൾ ഗൾഫ് പോകുക എന്ന് പറയുകയാണെങ്കിൽ അതിങ്ങനെ നീണ്ടു പോകും. അപ്പൊ ഒരു 50% റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ പോകും അങ്ങോട്ടേക്ക്. ബാക്കി 50 അവിടെ ചെന്ന് കഴിയുകയാണെങ്കിൽ ശരിയാവും. അപ്പൊ അതേമാതിരിയാണ് നമ്മൾ ഈ കോഴ്സിൽ ചേരുമ്പോൾ ഞാൻ 10th കഴിഞ്ഞിട്ടുള്ളൂ, ഞാൻ 12th കഴിഞ്ഞിട്ടുള്ളൂ, സർട്ടിഫിക്കറ്റ് എപ്പോഴാ കിട്ടുക, അങ്ങനെയല്ല. നമുക്ക് ഇതിൽ ചേരുക. ആദ്യം ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ 10th പാസ് ചെയ്ത് മോണ്ടിസോറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജോലിക്ക് കിട്ടും. നമ്മൾ ആദ്യം ഒരു കോഴ്സ് എടുക്കുക. നിങ്ങൾ ഏതായാലും ഇപ്പൊ മാരേജ് ഒക്കെ കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്നവരായിരിക്കില്ല ഇതിലിപ്പോ ഒരു 90% ആൾക്കാരും. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും പിന്നെ നിങ്ങൾ വീട്ടിലിരിക്കുന്ന കാരണം ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ എന്തായാലും നമുക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. പിന്നെ ഞാൻ പറയും, കിൻഡർഗാർഡൻ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു നാക്ക് മതി. ആ നാക്ക് എന്താന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മോണ്ടിസോറി പ്രാക്ടിക്കൽസ് ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. സോങ്സ് ഒക്കെ ഇഷ്ടമാണോ? പാട്ടുകൾ ഇഷ്ടമാണോ നിങ്ങൾക്ക്? പാട്ടുകൾ ഇഷ്ടമാണോ? ഒരു ചെറിയൊരു സോങ് ഞാൻ പഠിപ്പിച്ചു തരട്ടെ, നിങ്ങൾ കേട്ടു നോക്കിക്കോളൂ. ചെറിയൊരു സോങ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോരു റൈമാണ് കേട്ടോ. ഒരു ആപ്പിൾ സോങ് ഞാൻ പഠിപ്പിക്കട്ടെ. ആപ്പിൾ എവിടെയാ ഉണ്ടാവുക? ആപ്പിൾ ട്രീ. യെസ്, ആപ്പിൾ ട്രീയിലല്ലേ ആപ്പിൾ ഉണ്ടാവുക? ആപ്പിൾ ട്രീ എവിടെയാണ് ഉണ്ടാവുക? വീടിന്റെ പുറത്തല്ലേ? അപ്പൊ എല്ലാരും പുറത്തേക്ക് നോക്കൂ, അങ്ങോട്ട് കൈ ചൂണ്ടി കാണിക്കൂ, ആപ്പിൾ ട്രീനെ നോക്കൂ. എല്ലാരും കൈ ചൂണ്ടി പുറത്തേക്ക് കൈ ചൂണ്ടു. യെസ്, ആപ്പിൾ ട്രീനെ നോക്കൂ, പുറത്തേക്ക് കൈ ചൂണ്ടി പാട്ട് പാടുക. യെസ്, റെഡ് ആപ്പിൾ ഹാങ്ങിങ് ഓൺ ദ ട്രീ. പാടൂ. red apple hanging on the tree. One for mommy, one for daddy, and one for me. Pardon? One for mommy, one for daddy, and one for me. One more padu. Red apple hanging on the tree. One for mommy, one for daddy,
and one for me. പിന്നെ പാടും. Red tomato, cut into three. പാടില്ല, ഒർക്കനെ പാടും. Red tomato, cut into three. One for mommy, one for daddy, and one for me. ഇഷ്ടായോ? ഇഷ്ടായോ? ഈ ലാസ്റ്റ് ലൈനും കൂടി ഉണ്ട്. ചെറി red cherries, very very sweet. പാടു. Red cherries, very very sweet. Not for mommy, not for daddy, all for me. പറയൂ. Not for mommy, not for daddy, all for me. കണ്ടോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു റൈമാണിത്. എന്താ വെച്ചാൽ കിൻഡർ ഗാർഡൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിന് ഏറ്റവും ആവശ്യം വേണ്ടത് നല്ല സംസാരിക്കാനുള്ള കഴിവ്, നല്ല സ്പീക്കിംഗ് സ്കിൽസും ഫേസ് എക്സ്പ്രഷനാണ്, മുഖഭാവമാണ്. ഈ സോങ് പാടുമ്പോ നിങ്ങൾ ആക്ഷൻ കാട്ടിയിട്ട് ഫേസ് എക്സ്പ്രഷനോട് കൂടിയിട്ട് പാടണം. ഇപ്പൊ ലാസ്റ്റ് ലൈനില്ലേ, റെഡ് ചെറീസ് എന്നുള്ള ലൈന്, അത് പാടുമ്പോ എങ്ങനെയാണ്? നല്ല ചെറി എന്ന് പറഞ്ഞാൽ സ്വീറ്റ് അല്ലേ, അപ്പൊ നല്ല സ്വീറ്റ് ആയിട്ട് നമ്മുടെ വോയിസ് ഒക്കെ മാറ്റിയിട്ട് മക്കളെ ഓടി വന്നു അല്ലേ, അതാണ് പറഞ്ഞത്. കണ്ടോ, കുട്ടികൾക്ക് ഇഷ്ടായി. അമ്മമാർക്കാണല്ലേ മടി, കുട്ടികൾ ഓടി വന്ന് പാടാൻ തുടങ്ങി. ഇത് വെറും പാടിയാ പോരാ, നമ്മൾ ഫേസ് എക്സ്പ്രഷൻ. നിങ്ങൾ ഉദയനാണ് താരം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ കേട്ടിട്ടുണ്ടോ? ഉദയനാണ് താരം, പണ്ടത്തെ ശ്രീനിവാസന്റെ. അതില് ജഗതി ശ്രീകുമാർ പറയുന്നില്ലേ, ജഗതി ശ്രീകുമാർ പറയില്ലേ, എന്റെ ഫേസ് എക്സ്പ്രഷൻ നോക്കൂ, എനിക്ക് ഭാവങ്ങൾ അറിയാ, ശൃംഗാരം, രൗദ്രം, ബീബൽസം എന്നൊക്കെ പറഞ്ഞിട്ട്, ഓർക്കുന്നില്ലേ? യെസ്, അതേ ജഗതി ശ്രീകുമാർ പറഞ്ഞ ഫേസ് എക്സ്പ്രഷൻ വേണം നിങ്ങൾക്ക് കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിന്. എന്ത് പറയുമ്പോൾ നിങ്ങൾ ആക്ഷൻ കാട്ടിയിട്ട് മുഖത്ത് ഭാവം വരുത്തണം. അങ്ങനെ ആയി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് സ്പീക്കിംഗ് സ്കിൽസ്, സംസാരിക്കാനുള്ള കഴിവ്. നിങ്ങൾ കുക്കറി ഷോ കാണുന്ന ആൾക്കാരാണ്. കുക്കറി ഷോ കാണാറുണ്ടോ? കുക്കറി ഷോ ഉണ്ടെങ്കിൽ യെസ് മാം എന്ന് പറയൂ, ഒരു തംസ്. യെസ്. ഈ കുക്കറി ഷോയില് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു കുക്കറി ഷോ കാണുക എന്ന് വിചാരിച്ചോ ഞാൻ. അപ്പൊ ഒരു കുക്കറി ഷോയില് ആ കുക്കറി ഷോ ചെയ്യുന്ന അവര് പറഞ്ഞു, കുറച്ച് അരി എടുക്കുക, കുറച്ച് സവാള എടുക്കുക, അരി കുക്കറിലിട്ട് വേവിക്കുക, വിസിൽ വന്നാൽ ഓഫ് ചെയ്യുക, സവാള കട്ട് ചെയ്യുക, ടൊമാറ്റോ കട്ട് ചെയ്യുക. അങ്ങനെ ഒരു കുക്കറി ഷോ. വേറൊരു കുക്കറി ഷോ ഞാൻ കണ്ടു. അതില് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, ഒരു വിസിൽ വന്നാൽ കുക്കർ ഓഫ് ചെയ്യുക. വലിയ സവാളയാണെങ്കിൽ 4, ചെറിയ സവാളയാണെങ്കിൽ 2. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു കുക്കറി ഷോ ഉണ്ട്. അപ്പൊ ഞാൻ ഏതാ കാണുക? ആദ്യത്തെ കുക്കറി ഷോയോ രണ്ടാമത്തെ കുക്കറി ഷോയോ കാണുക? പറയൂ. രണ്ടാമത്തെ. യെസ്. എന്താണ്? അതിലെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാം ഇത്ര ഗ്ലാസ് അരിക്ക് ഇത്ര വെള്ളം, ഇത്ര സവോള, ഇത്ര കുക്കറിന് വിസിൽ വരണം. അപ്പൊ അതെന്താണ്? നമ്മുടെ സംസാരിക്കാനുള്ള കഴിവ്. ആദ്യത്തത് പറഞ്ഞത് എന്താണ്? കുറച്ചരി, കുറച്ച് സവോള, കുറച്ച് ഇത്ര വിസിൽ വന്നാൽ ഓഫ് ചെയ്യുക, എത്ര വിസിലൊന്നും അറിയില്ല. അപ്പൊ അതേമാതിരിയാണ് നമ്മുടെ ടീച്ചേഴ്സിന്റെ കാര്യം. നമ്മൾ നന്നായിട്ട്, ഞാൻ സ്കൂളിൽ മാത്രമല്ല വീട്ടിലാണെങ്കിൽ ആ സ്പീക്കിംഗ് സ്കിൽസ്, സംസാരിക്കാനുള്ള കഴിവ് വേണം. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഈ കോഴ്സിന് ചേർന്നു, നിങ്ങളുടെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, നിങ്ങൾ സ്വീസിന് ചേർന്നു, സ്വീസിൽ എന്താണ് ദേവി? മാമിന്റെ ക്ലാസ് അല്ലേ? അപ്പൊ സ്വീസിന് ചേർന്നു, എന്തൊക്കെയാണ് സ്വീസിനെ പറ്റിയിട്ടെന്ന് ചോദിച്ചാൽ, അതൊരു മണിക്കൂർ ക്ലാസ് ഉണ്ട്, എന്താ എടുക്കുന്നുണ്ട്. ഒരു മിസ് വന്നിട്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്, വേറെ മിസ് വന്ന് ചൈൽഡ് സൈക്കോളജി എടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ക്ലിയർ ആയിട്ട് നമ്മളോട് എന്ത് ചോദിച്ചാലും ക്ലിയർ ആയിട്ട് ആൻസർ പറയാൻ അറിയണം. 1 ഇയർ കോഴ്സാണ്. അതിൽ 5 സബ്ജക്റ്റ് ഉണ്ട്. ചൈൽഡ് സൈക്കോളജി ഉണ്ട്, മോണ്ടിസോറി ഫിലോസഫി ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്. ഒക്കെ ക്ലിയർ ആയിട്ട് പറയാൻ അറിയണം. ഈ കോഴ്സിന്റെ കാര്യം മാത്രമല്ല, വീട്ടിലായാലും കുട്ടികളുടെ കാര്യം, സ്കൂളിൽ ചെന്നിട്ട് അവരുടെ ടീച്ചേഴ്സിനോട് സംസാരിക്കാനാണെങ്കിലും ഒക്കെ ക്ലിയർ ആയിട്ട് പറയണം. അല്ലാതെ പകുതി വിഴുങ്ങിയിട്ട് സംസാരിച്ചാൽ ശരിയാവില്ല ടീച്ചേഴ്സിന്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മോൾഡ് ചെയ്തിട്ട് ഞങ്ങൾ ഈ സ്വീസുകാർ ഒറ്റ കൊല്ലം കൊണ്ട്, 1 കൊല്ലം കൊണ്ട് നിങ്ങളിപ്പോ TTC ആണെങ്കിലും MTTTC ആണെങ്കിലും
അല്ലാതെ മോണ്ടിസോറിയുടെ കോഴ്സ് ആണെങ്കിൽ എല്ലാതും 1 വർഷം കൊണ്ട് നിങ്ങളെ മോൾഡ് ചെയ്തിട്ട് ഞാൻ റെഡി ടു വെയർ സാരി ഫീസും കാര്യങ്ങളൊക്കെ ചെയർമാൻ പറയും കേട്ടോ. വന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കുക ഒക്കെ ചെയർമാൻ പറയും കേട്ടോ. ഫീസിന്റെ കാര്യങ്ങളൊക്കെ ചെയർമാൻ പറയും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ റെഡി ടു വെയർ സാരി മാതിരി നിങ്ങൾ റെഡിയാക്കി നല്ല മോൾഡ് ചെയ്തിട്ട് നല്ലൊരു ടീച്ചറായിട്ട് പുറത്തിറങ്ങാൻ പറ്റും 1 ഇയർ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ കാലം മാതിരി അല്ല, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, അതിനോട് ചോദിക്കാം. ഇപ്പം എന്റെ പ്ലേസ് കോഴിക്കോട്, കാലിക്കറ്റ്. പിന്നെ ഫ്രണ്ട്സിനോട് ചോദിക്കുക. ഒരു ദിവസം നിങ്ങൾ നോട്ട്സ് എഴുതാൻ മറന്നു വെച്ചാൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഇതേമാതിരി ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും കേട്ടോ ക്ലാസ്. ഇതേമാതിരി ഫ്രണ്ട്ലി. എല്ലാ ദിവസവും വാമപ്പ് എക്സസൈസ് ഉണ്ടാവും. എല്ലാ ദിവസവും ഈ വാമപ്പ് എക്സസൈസ് തന്നെ നിങ്ങളൊന്ന് എണീപ്പിച്ച് നിർത്തിക്കും, ജമ്പ് ചെയ്യിപ്പിക്കും, റണ്ണ് ചെയ്യിപ്പിക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യിക്കും കേട്ടോ. എല്ലാ ദിവസവും ഉണ്ടാവും. എന്നാലേ നമ്മളൊന്നും ഒരു ഉഷാറാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം തന്നെ ചെയ്തപ്പോ നിങ്ങൾക്ക് ഒന്നും സ്മാർട്ടായില്ലേ? അപ്പൊ 1 ഇയർ കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്യുക. എല്ലാ മന്തും ഓരോ റൈം പഠിക്കുക. പിന്നെ എല്ലാ സൺഡേ നിങ്ങളെ കൊണ്ട് ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഇതിൽ ഇടിപ്പിക്കും, ഗ്രൂപ്പിൽ ഇടിപ്പിക്കാറുണ്ട്. ഞാൻ എടുക്കുന്ന ബാച്ചത്തെ കുട്ടികൾക്കൊക്കെ ഞാൻ എല്ലാ സൺഡേ അവരോടൊരു വീഡിയോ ഇപ്പൊ ഈ റൈം പാടി എന്നിട്ട് നിങ്ങളോട് പറയൂ, അത് സെൽഫി മോഡിൽ വെച്ച് നിങ്ങൾ ഇതേമാതിരി ആക്ഷൻ കാട്ടിയിട്ട് പാടിയിട്ട് വീഡിയോ ആക്കിയിട്ട് ഇടണമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ ആ തുടക്കത്തിലൊക്കെ എല്ലാവർക്കും ഭയങ്കര മടിയാ, ഭയങ്കര ചമ്മലാണ്. ഇപ്പൊ ഇതിനെക്കാട്ടും എല്ലാവരും സ്മാർട്ട് ആയിട്ടുണ്ട്. ഹലോ, ഹായ്, ഹൗ ആർ യു, ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും വരെ. പിന്നെ നോമ്പിന്റെ സമയമായപ്പോ ഞാൻ പിന്നെ അധികം കൊടുത്തില്ല. നോമ്പ് സമയത്ത് എല്ലാവർക്കും തിരക്കല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു മാസം വെറുതെ വിട്ടാ പോരല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, നോമ്പ് തുറക്കുമ്പോ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സിന്റെ റെസിപ്പി എല്ലാരോടും ഇടാൻ പറഞ്ഞു. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. അപ്പുറം ലക്ഷ്മി നായരും വീണാജാനൊക്കെ അപ്പുറം നിൽക്കും ഓരോരുത്തർ ചെയ്യുന്ന കണ്ടപ്പം. ആ സ്നാക്സ് ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാല് ഞാൻ ഇത്രമാത്രം ഒരു ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളത്. ഞാൻ എല്ലാ സൺഡേ അവരോട് പറയും, നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ട്, ഞാൻ ആ വീക്കിൽ പഠിപ്പിക്കുന്ന കാര്യം ഒരുപാടൊന്നും വേണ്ട, ഒരു 3-4 ലൈൻ. അപ്പൊ ചിലവർ പറയും, അയ്യോ ഞങ്ങൾക്ക് പറയുമ്പോ ഇംഗ്ലീഷ് തെറ്റിപ്പോന്നു മിസ്സേ എന്നൊക്കെ പറയും. ഞാൻ പറയാം, അതൊന്നും പേടിക്കേണ്ട, തെറ്റിയാ സാരില്ല, കുഴപ്പമില്ല, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അങ്ങനെ ആദ്യം മടിയായിട്ടപ്പോ ജനുവരിയിൽ തുടങ്ങിയ ബാച്ച് 6 മാസമായി, ജൂണായി. അവരിപ്പോ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സ്മാർട്ട്. അവര് കാത്തു നിൽക്കുകയാണ്. ഒരു വീക്കിൽ ഞാൻ മറന്നുപോയി, എന്തോ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് വീട്ടില്. അപ്പൊ ചോദിക്കാൻ തുടങ്ങി, മിസ്സേ ഈ വീക്കിൽ വീഡിയോ ചെയ്യണ്ടേന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ആ വീക്കിലൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല, പഴയ തന്നെ ഏതോ എടുത്ത് കൊടുത്തോന്ന് ചെയ്യാൻ പറഞ്ഞു. റൈമ്, സ്റ്റോറി ഒക്കെ ചെറുത് കിട്ടല്ലോ. ഒരുപാട് വലിയ 5-6 മിനിറ്റിലെ വീഡിയോ അല്ല, ഒരു 1 മിനിറ്റുള്ള ചെറിയ വീഡിയോ ആണ് എല്ലാവരും ചെയ്യുക. ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ, അവരെ പറ്റിയിട്ട് ഒരു 4 ലൈന്, ചെറിയൊരു കുക്കറി ഷോ, ചെറിയൊരു റൈമ്. ജനുവരി ബാച്ചിൽ അല്ല, ജനുവരി ബാച്ചില്ലേ ഫസ്റ്റിനതാ, എന്റെ സ്റ്റുഡന്റാ ഫസ്റ്റിനത് അതിൽ കാണുന്നു അല്ലെ? ഫസ്റ്റിന് എന്ത് പറയുന്നു ക്ലാസ്സിനെ പറ്റിയിട്ട്? അടിപൊളി ക്ലാസ് അല്ലേ? യെസ്, അതാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ മിക്സ് ആയിട്ടാ നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജിൽ പറഞ്ഞു തരും. വളരെ സിമ്പിൾ ആയിട്ടാ പറഞ്ഞു തരിക. ഞാൻ നിങ്ങളോട് പറയാറില്ല, ഒന്നും പേടിക്കേണ്ട. ഓരോ ഇത് കഴിഞ്ഞാൽ അതിന്റെ നോട്ട്സ് അയച്ചു തരും. ആ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അപ്പൊ അവർ അയച്ചു തരും. ഞാൻ പറഞ്ഞ റെഡി ടു വെയർ സാരി എന്നില്ലേ, അതേമാതിരിയാണ്. മനസ്സിലായോ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? അതോ സ്പീഡ് ഉണ്ടോ? സംസാരത്തിൽ സ്പീഡ് ഉണ്ടോ? എക്സാം ഉണ്ട്. അയ്യോ, എക്സാം വേണ്ടേ? എക്സാം ഇല്ലാതെ എങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക? എക്സാമിനെ പറ്റിയിട്ടൊന്നും പേടിക്കേണ്ട, അതൊക്കെ നമ്മുടെ ചെയർമാൻ വന്ന് പറയും കേട്ടോ. ഞാൻ ഈ മോണ്ടിസോറി കോഴ്സിനെ പറ്റിയിട്ടും നിങ്ങളുടെ ജോലി സാധ്യതയെ പറ്റിയിട്ടുമാണ്. ഡിഗ്രി ഒന്നും വേണ്ട, ഒരു ഡിഗ്രിയും വേണ്ട, ഈ സർട്ടിഫിക്കറ്റ് മതി. ഞാൻ നിങ്ങളോട് പറയില്ല, അങ്ങനെ വല്ലാതെ കാട് കയറി ചിന്തിക്കണ്ട. നിങ്ങൾ ആദ്യം പഠിക്കുക, ഡിഗ്രി എടുക്കുക, സർട്ടിഫിക്കറ്റ് മേടിക്കുക. ടൈമുകൾ പല ടൈമിലുണ്ട്. ഉച്ചത്തെ ബാച്ച് ഉണ്ട്, രാത്രിത്തെ ബാച്ച് ഉണ്ട്, പല സെഷനുകളും പല ബാച്ചുകളും ഉണ്ട് കേട്ടോ. ഓക്കെ, യെസ്. ഞാൻ കുറെ സംസാരിച്ചു അല്ലേ? ടൈം ലേറ്റ് ആയി. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ?
വെരിക്കും ഓക്കെ. എന്നാ ഞാൻ എന്റെ ബൈക്ക് കൈമാറട്ടെ. സർ താഹിർ yes, സാർ അല്ലേ? ma'am. യെസ് താഹിർ Yes, സാർ. yes, yes. യെസ് താഹിർ Yes. സാർ ഓക്കെ. ഞാൻ നന്നായി എല്ലാവരും ഒരു ബൈ ബൈ പറയട്ടെ. ഞാൻ അവിടെ ഉണ്ടാവും, കുറച്ചു നേരം കൂടി ഉണ്ടാവും. 8 o'clock ക്ലാസ് ഉള്ളത്. ആ സൂപ്പർ മാം. യെസ് ഓക്കെ. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ എല്ലാരും റെഡി അല്ലേ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ? റെഡി ആരൊക്കെ ഒരു തംസപ്പ് തരൂ. റെഡി ആരൊരു തംസപ്പ് തരൂ. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ റെഡി വരും. യെസ് അടിപൊളി അടിപൊളി. കൈകൾ വരട്ടെ. യെസ് ഓൾറൈറ്റ്. ഞാൻ തന്നെ താഹിർ സാർ തന്നെ നോക്കി കണ്ണുരുട്ടാൻ തുടങ്ങി. കുറച്ചു നേരമായി. സാറിന് ഞാൻ മൈക്ക് കൈമാറാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ. TSC അവിടെ തന്നെ ഉണ്ട് കേട്ടോ. 15 മിനിറ്റ് കൂടി അവിടെ തന്നെ ഉണ്ടാവും. 8 മണിക്കാക്കി ക്ലാസ്. ഓക്കെ. Ma'am, no, you can continue. You can continue. If you're not completed, you can continue. That's no problem. സാർ പറഞ്ഞോളൂ. ചെയർമാൻ വരില്ലേ? ഹാരിസ് സാർ വരില്ലേ? വരും. ജോയിൻ ചെയ്യും. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ മനസ്സിൽ കയറി കൂടി. കേക്കു താഹിർ സാർ എഴുതിയത് ഓരോരുത്തര്. തീർച്ചയായും ഞാൻ ആക്ച്വലി അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒറ്റ കാര്യം ഞാൻ ഇടയിൽ കയറി പറയുന്നത്. ആക്ച്വലി ഐ എം ഓൾസോ റിയലി എൻജോയ്. ഞാൻ ആക്ച്വലി ദേവി മാം ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, 10,000-കണക്കിന് അധ്യാപകർ ഇന്ന് കേരളത്തിന്റെ വിവിധ ജില്ലകളിലെ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരാണ്. നമ്മുടെ സ്വീസിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ ലാസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളാണ് നമുക്ക് ആക്ച്വലി ടീച്ചർ എന്ന പദവിയിൽ എത്തിയിട്ട് ഇന്ന് സ്വീസിന്റെ പ്ലാറ്റ്ഫോമിൽ എത്തി. ദേവി മാഡത്തിനെ പോലെയുള്ള ഒരു വലിയ ലീഡർഷിപ്പിന്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് റെഗുലർ ആയിട്ട് സ്കൂളിൽ വന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സംവിധാനമില്ല. അതിനപ്പുറം നിങ്ങൾ നോക്കൂ, വളരെ ചെറിയ നിമിഷമാണ് ദേവി മാം എന്ന് പറയുന്ന ഒരു ടീച്ചർ നിങ്ങളുടെയൊക്കെ മൈൻഡിൽ കയറിയിട്ടുള്ളത്. അത് ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടീച്ചർ പഠിക്കുന്ന മെത്തേഡിലൂടെയാണ്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ആർക്കും ഒരാൾക്കും ഇതിൽ ദേവി മാമിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. എന്താണ് ടീച്ചർ, എങ്ങനെയാണ് ടീച്ചറിന്റെ ഐഡിയ ഇല്ല. ബട്ട് ഒരു ചെറിയ നിമിഷം കൊണ്ട്, ഒരു 20 മിനിറ്റ്സ് കൊണ്ട് ദേവി മാം എന്ന് പറയുന്ന മാഡം നിങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നതാണ് അല്ലെ. നിങ്ങൾക്കെല്ലാം ഇതിൽ പങ്കെടുക്കുന്ന ഏകദേശം 300ഓളം ആളുകൾക്ക് ദേവി മാഡം എന്ന് പറഞ്ഞാൽ മനസ്സിലായി സ്വീസിലെ മോണ്ടിസോറി പഠിപ്പിക്കുന്ന അധ്യാപികയാണ്, അല്ലെങ്കിൽ അതിന്റെ ഇതാണ്. നോക്കൂ, ഒരു ഒട്ടനവധി ആളുകളാണ് പ്രസന്റേഷൻ പൊളിയാണെന്നൊക്കെ പറയുന്നത്. നിങ്ങൾ പഠിക്കാൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ കുട്ടികൾ വരെ വീട്ടിൽ നിന്ന് ഓടി വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പാട്ട് കേട്ടപ്പോ, നിങ്ങളെ കൊണ്ട് ക്ലാപ്പ് ചെയ്തപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ വന്ന് ഇങ്ങനെ ഇരുന്ന ഒരു ലെക്ചറിംഗ് ക്ലാസ് മാത്രം പ്രതീക്ഷിച്ചു, മോണ്ടിസോറിയുമായി ബന്ധപ്പെട്ട കാര്യമില്ല. പക്ഷേ ടീച്ചർ മാഡം നിങ്ങളെ ആക്ടിവിറ്റി ഓറിയന്റോട് വളരെ മനോഹരമായി കൊണ്ടുപോയി. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ ദേവിമാവിനെ എങ്ങനെയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്, അതേപോലെ തന്നെയാണ് പല അധ്യാപകരും നിങ്ങളുടെ മുന്നിൽ വന്ന് പ്രസന്റേഷൻ നടത്തുക. തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച് മാം ഫോർ യുവർ വണ്ടർഫുൾ പെർഫോമൻസ്, വണ്ടർഫുൾ പ്രസന്റേഷൻ, ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. ഗ്രേറ്റ് ടൈം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ എല്ലാവരുടെയും ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകളൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു വെരി മച്ച് ദേവി മാം, ആൻഡ് താങ്ക് യു ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ മോണ്ടിസോറിയുടെ ചെറിയൊരു ഭാഗമാണ് മിസ് നിങ്ങളുമായിട്ട് സംസാരിച്ചു. എങ്ങനെയായിരുന്നു ക്ലാസ്സിന്റെ മെത്തേഡ് എന്നൊക്കെ നിങ്ങളുമായിട്ട് സംസാരിച്ചു. താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്തതായിട്ട് നമ്മളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിന്റെ നിങ്ങളുമായിട്ട് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് കരീം സാറാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഭാഷ കൂടി അറിഞ്ഞിരുന്നാൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ്. മനസ്സിലായോ? കാരണം ഒരു നോർമൽ ടീച്ചറും ഒരു എക്സ്ട്രാ സ്കിൽ ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഉദാഹരണം, ഞാൻ ടീച്ചറാണ്. ഞാനൊരു ടീച്ചർ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, പക്ഷെ ഞാൻ എന്റെ സബ്ജക്ട് വളരെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് വേറെ ടീച്ചർ ഇന്റർവ്യൂ ചെയ്യുന്നത്, ആ ടീച്ചറിന്റെ മോണ്ടിസോറി കഴിഞ്ഞു, അല്ലെങ്കിൽ TTC കഴിഞ്ഞു, നല്ല ലാംഗ്വേജും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സ്കൂൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതൽ ചാൻസ് തരുക ആ ലാംഗ്വേജ് കൂടെ ആണെങ്കിൽ കൂടിയാണ്. അപ്പൊ നമ്മൾ സ്വീസിന്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്തും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ കൂടി ഈ മോണ്ടിസോറിയിലെ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പൊ അത് കാര്യം ചെയ്യുന്നത് നമുക്ക് എക്സ്പെർട്ട് ആയ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷിന്റെ ഹെഡ് ആയിട്ടുള്ള കരീം സാർ ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. സോ കരീം സാർ ഉണ്ടോ ഇവിടെ? അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് പറയും. എനിക്ക് കോ ഹോസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മുനീറ മാം ഓർ okay, Karnataka. Okay, thank you, Shamira. You're from Karnataka. Thank you very much, Shamira. Yes, I'm here. Yes, sir. Continue. Yes. Good evening, all of you. എൻ്റെ പേര് അബ്ദുൽ കരീം. കരുവാരകുണ്ട് ആണ് എൻ്റെ സ്ഥലം. ഈ സ്വീസ് എന്ന പ്ലാറ്റ്ഫോമിൽ
നിങ്ങൾക്ക് മോണ്ടിസോറി, PPTTC തുടങ്ങിയ ബാച്ചുകൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ബേസിക് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് എന്നൊരു പേപ്പർ, ആ പേപ്പർ കൈകാര്യം ചെയ്യാൻ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആയിട്ട് 3-4 പേര് നമ്മുടെ ഇതിലുണ്ട്. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോ മുമ്പ് എനിക്ക് ഈ 7:45 വരെ ഞാൻ മറ്റൊരു ക്ലാസ്സിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. അപ്പൊ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം. നിങ്ങളൊക്കെ അധ്യാപന രംഗത്തേക്ക് കയറുമ്പോൾ ഇപ്പൊ നമ്മള് ഒരു കോഴ്സ് കഴിഞ്ഞ്, ഷോർട്ട് ടേം കോഴ്സാണ്, +2 കഴിഞ്ഞവരുണ്ടാവും. Yes, no problem. If you cannot write Malayalam, it will be all right. Means മലയാളം എഴുതാൻ കഴിയാത്തവർക്കും ഈ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ചെയ്യാൻ പ്രയാസമൊന്നുമില്ല. ഏതായാലും ബേസിക് കമ്മ്യൂണിക്കേഷൻ എന്ന ഇതിലുള്ള ഇപ്പോ നിങ്ങളുടെ ഈ ടെക്സ്റ്റ് പുസ്തകത്തിന്റെ ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന ടെക്സ്റ്റിന്റെ പേര്, ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. വളരെ സിമ്പിൾ ഗ്രാമർ ആണത് കൈകാര്യം ചെയ്യുന്നത്. അതായത് ഇംഗ്ലീഷിലെ ബേസിക് ഗ്രാമർ. ഇംഗ്ലീഷിനോട് പൊതുവെ സർ മ്യൂട്ടായിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ നൗ? Yes, clear. It's clear, sir. ഓക്കെ. ഓക്കെ, സോറി, ഞാൻ ഇനി മറ്റ് ഫോർമാലിറ്റീസും പറയുന്നില്ല. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. പിന്നെ സ്വിസിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആ പുസ്തകത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വെരി ബേസിക് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബേസിക് സംഗതികളാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത്. ഇംഗ്ലീഷ് എന്ന ടോപ്പിക്കിനോട് പ്രത്യേകിച്ച് മലയാളികളായ വീട്ടമ്മമാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ടോപ്പിക്കിനോട് ചെറിയൊരു അകൽച്ച ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടാവും. അത് ഇംഗ്ലീഷ് എന്ന വിഷയത്തിനോട് ഇംഗ്ലീഷിൽ എപ്പോഴും മാർക്ക് കുറവായിരിക്കും. ഇംഗ്ലീഷും മാത്സും ആണ് പലപ്പോഴും വില്ലനാവാറ്. അപ്പോ അത്തരത്തില് ഒരു ഇംഗ്ലീഷിന്റെ കട്ടിയേറിയ ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്താതെ ബേസിക്സ് ആയിട്ടുള്ള ഗ്രാമർ മാത്രം നിങ്ങളെ പഠിപ്പിക്കുക എന്ന രീതിയിലാണ് ഇതിലുള്ള ഈ ഗ്രാമർ ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇംഗ്ലീഷ് എന്ന ആ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേടി ഈ ക്ലാസ് തുടങ്ങുന്നതോടുകൂടി മാറും തീർച്ചയായിട്ടും. ഞാൻ മാത്രമല്ല, മറ്റധ്യാപകരും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഒത്തിരി ബാച്ചുകൾ ഉള്ളതാണ്. അപ്പൊ മുമ്പ് നിങ്ങളോട് സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചു, നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ബാഹുല്യം നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടാവും. കേരളത്തിന്റെ മുഴുവൻ ജില്ലകളിൽ നിന്നും ഈ സ്വിസില് വിദ്യാർത്ഥികളായിട്ടുണ്ട്. നിങ്ങള് നമ്മുടെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥികൾ നമുക്കറിയാം, കുറച്ചു കാലം മുമ്പ് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് പിന്നെ പഠനം ബ്രേക്കായി 2-3 കുട്ടികളൊക്കെ ആയി ഒന്ന് സ്വസ്ഥമായപ്പോ ഇനി ഒന്നും പഠിച്ചാൽ തിരക്കടില്ല എന്ന ചിന്താഗതിയിൽ നിന്ന് തുടക്കമിട്ട് പിന്നീട് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളുടെ കൂടെ നിന്നുകൊണ്ടാണ് ഈ കോച്ചിങ് നടക്കുന്നത്. ഇതിനു മുമ്പ് കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, അവരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം
ഈ രംഗത്ത് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഈ സ്വീസ് എന്ന ഈ പ്ലാറ്റ്ഫോം, സ്വീസ് എന്നതിന്റെ ഫുൾ ഫോം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സെന്റർ ഫോർ വിമൻ എംപവർമെന്റ് ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. സെന്റർ ഫോർ വിമൻ എംപവർമെന്റ്. സെന്റർ ഫോർ വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണമാണ് അപ്പൊ ഇതിന്റെ ലക്ഷ്യം. സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഒരു ചെറിയ ജോലിയെങ്കിലും കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറെ സപ്പോർട്ട് ചെയ്യാൻ ചെറിയൊരു ജോലിയെങ്കിലും കണ്ടെത്താൻ വേണ്ടി അവരെ സഹായിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ കൊറീസ് ഉണ്ടല്ലോ, ഈ അന്വേഷണങ്ങൾ, അതിനൊക്കെ പിന്നീട് മറുപടി പറയും. ഇപ്പോൾ അത് ഓരോന്ന് നോക്കി ഞാൻ മറുപടി പറയുന്നില്ല. എന്തായാലും അത് ഓഫീസുമായി ബന്ധപ്പെട്ടും അതിൻ്റെതായ ആളുകൾ നിങ്ങൾക്ക് അതിന് ഉചിതമായ മറുപടി തരുന്നതായിരിക്കും. ക്ലാസ് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയോ ഗ്രൂപ്പിലൂടെയോ ഒക്കെ ബന്ധപ്പെടാം. ഓക്കെ, ഞാൻ ഈ ചെറിയ കാര്യങ്ങളൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, കൂടുതൽ സംസാരിക്കുന്നില്ല. എനിവേ, അപ്പൊ സ്വീസ് എന്നത് വിമൻ എംപവർമെന്റ് പ്രോഗ്രാമാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് പറയാറുണ്ട്, അടുക്കളയിൽ പാത്രം മോറുകയും അടിച്ചു വാരി മക്കളെ പോറ്റുകയൊക്കെ ചെയ്ത ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അവരെ കൈ പിടിച്ചുയർത്തി ഒരു ചെറിയ ജോലിയെങ്കിലും അവർക്ക് ആക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സീസ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ സീസ് വലിയ വിജയമാണ് നേടിയിട്ടുള്ളത്. അത് അതിന്റെ ഈ അനുഭവം സാക്ഷിയാണ്. അതിന് ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തിരൂർ ടൗൺ ഹാളിലും അതിനുശേഷം മറ്റൊരു ഹാളിലൊക്കെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പങ്കാളിത്തത്തോടു കൂടി അവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും അതിൽ പങ്കെടുത്തപ്പോൾ വലിയ സന്തോഷമാണ് ഉണ്ടായത്. കാരണം ഒരിക്കലും ഇനി ഞങ്ങൾ പഠിക്കാനോ ഞങ്ങൾക്ക് ഒരു ജോലി നേടാനോ കഴിയില്ല എന്ന് ആ ഒരു അധ്യായം അവസാനിപ്പിച്ച ആളുകൾ ആ ഒരു നിറകണ്ണുകളോടുകൂടി ആ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നതിന് സാക്ഷ്യം വഹിച്ചതിൽ വലിയ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എന്തായാലും ഈ നിങ്ങൾക്ക് ഒരു ചെറിയ ആശങ്ക ഉണ്ടാകുക, അതൊക്കെ പഠിച്ച് എനിക്ക് ജയിക്കാൻ കഴിയുമോ, ഇത്രയും പേപ്പറുകൾ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായ ഒരു ടീച്ചറായി നിങ്ങൾക്ക് കഴിയുമോ എന്നൊരു ആശങ്ക ഒരു പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കും. കാരണം ഞാൻ എൻ്റെ കുട്ടികളോടും പറയാറുണ്ട്, നിങ്ങൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് കൊണ്ടുവരാനാണ്. അപ്പൊ അടുക്കളയിൽ നിന്നും മറ്റ് വീടിന്റെ ഉള്ളില് വീട്ടമ്മമാരായി കഴിയുന്ന നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരിക്കലും തോൽപ്പിക്കാനല്ല, നിങ്ങളെ വിജയിപ്പിക്കാനാണ്. അപ്പൊ നിങ്ങൾക്ക് വിജയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു സിലബസും അതേ രീതിയിലുള്ള ഒരു എക്സാം പാറ്റേണും. ഇപ്പൊ ഇന്ന് ഒരു എക്സാം കഴിഞ്ഞൊരു കുട്ടി ഇന്ന് എനിക്ക് വോയിസ് കിട്ടിയിരുന്നു, പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വളരെ ഈസി ആയിരുന്നു, ഞാൻ പാസ്സായി. അപ്പോ ഇത് അപ്പൊ നിങ്ങൾ അതിലൊന്നും പഠിക്കാനില്ലേ, വെറുതെ ഞങ്ങളെ ചേർത്തും കണ്ട് ഞങ്ങളെ പാസ്സാക്കിയ ഒരു സർട്ടിഫിക്കറ്റ് തരികയാണോ? അതല്ല. ഈ എന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ആ ക്ലാസ് വളരെ ഭംഗിയായി എടുത്ത് അവർക്ക് ടെൻസും കാര്യങ്ങളും ഒക്കെ മുമ്പ് പ്ലസ് ടുവിലോ അല്ലെങ്കിൽ SLCയിലോ അവർ പഠിക്കാത്ത രീതി പഠിച്ചു മറന്ന ആ സംഗതികൾ ഒരു പുതിയ മെത്തഡോട് കൂടി അവർക്ക് വളരെ കൃത്യമായി അത് മനസ്സിലാക്കി കൊടുക്കുകയും, എന്നിട്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് പരീക്ഷ അടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ കൃത്യമായി പഠിച്ചില്ലെങ്കിലും നിങ്ങൾ പരീക്ഷ പാസ്സാവും. അത്രയും ഒരു ഈസി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്ന് ABCD 4 ഓപ്ഷൻ തരുന്നു, അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു എക്സാം നിങ്ങൾ SLCക്കോ പ്ലസ് ടുവിനോ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത്രയും ഈസി ആയ ഒരു രീതിയിൽ ഈ എക്സാം ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാതിരിക്കാൻ തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റോട് കൂടി നിങ്ങൾക്കൊരു ജോലി നേടണം. പക്ഷെ ജോലി നേടാൻ എന്ത് വേണം? ടീച്ചിങ്ങിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണം. ആ അർത്ഥത്തിൽ നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുകയും, ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ, ചൈൽഡ് സൈക്കോളജി ആണെങ്കിൽ അങ്ങനെ, മറ്റ് പ്രാക്ടിക്കൽ ഇതുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ, അതൊക്കെ കൃത്യമായി അറ്റൻഡ് ചെയ്ത് ആ ശേഷി നിങ്ങൾ ആർജിച്ചെടുക്കണം. ഒരു ടീച്ചർ ആകാനുള്ള ശേഷി ഈ ഒരു കാലഘട്ടത്തിൽ. എക്സാമിനെ കുറിച്ച് വറീഡാകുകയേ വേണ്ട എന്നത്. അതാണ് ഈ സ്വീസിന്റെ പ്രത്യേകത. ഞാൻ ഇതിൽ അധ്യാപകൻ മാത്രം, ഞാൻ ഒരു നിലക്കും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാരണം നിങ്ങൾ ഇനിയും നമുക്ക് ക്ലാസ്സിലൂടെ ഫേസ് ചെയ്യാനുള്ളതാണ്. എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുക എന്നൊരു അപ്പുറം ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ
പിന്നെ ഈ പറയുന്നത് ആത്മാർത്ഥതയോട് കൂടിയാണ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ളപ്പോ ടീച്ചേഴ്സ് ആകാൻ പോകുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് MTTC PPT എന്ന ചെറിയ കുട്ടികളെ. അപ്പോൾ ഒരമ്മയെ പോലെ അവരൊക്കെ ഒരു കരുതലും, പിന്നെ അതേപോലെ തന്നെ ചെറിയ കുട്ടികളെ എങ്ങനെ പരിപാലിക്കണം എന്ന് അമ്മമാരായ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ രംഗത്തൊന്നും നിങ്ങൾക്ക് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. ഒരു ടീച്ചർ എന്ന പോലെ തന്നെ നിങ്ങൾ ഒരു അമ്മയും കൂടിയാണ് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താൻ. അപ്പോ ഇത്തരത്തിലുള്ള പിന്നെ നിങ്ങളുടെ ഈ ഏത് രംഗത്തുള്ള ഒരു ടീച്ചർ എങ്ങനെ ആവണം എന്നതിനെ കുറിച്ചും ദേവിമാഡത്തെ പോലത്തെ ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റിയ, നിങ്ങൾ മോഡലാക്കാൻ പറ്റിയ ധാരാളം അധ്യാപകരും വളരെ പ്രശസ്ത അധ്യാപകരും ഒക്കെ അടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് സ്വീസ്. തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ കടന്നു വരികയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വഴിത്തിരിവാകും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പിന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമും അതിൻ്റെതായ ലിമിറ്റേഷനും ഒക്കെ പക്ഷെ അതൊക്കെ നമുക്ക് ടെക്നിക്കൽ സൈഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അതിനെ പറ്റിയ ആളുകളുണ്ട്. സ്മാർട്ട് ഫോണോ കൃത്യമായി ഉപയോഗിക്കാൻ അറിയുന്നവരും അത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാത്തവരും ഒക്കെ ഉണ്ടാവും. അതോ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഓരോ പിന്നെ ബാച്ചിനും ഒരു മെന്റർ ഉണ്ടാവും. ആ മെന്ററുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ആ മെന്റർ നേരിട്ട് ഓഫീസിലും പറയാം. പക്ഷെ മെന്ററുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മെന്റർ കാര്യങ്ങൾ ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അതേമാതിരി ഓഫീസ് തലത്തിലും മറ്റ് അധ്യാപകരുമായിട്ട് ഏത് സമയത്തും അവൈലബിൾ ആയിരിക്കും. എന്തായാലും നിങ്ങളുടെ ഈ പറഞ്ഞ സംശയങ്ങൾക്കൊക്കെ ഈ ഓഫീസിൽ നമ്മളെ ബഹുമാന്യനായ ചെയർമാൻ ഹാരിസ് സാർ ഉണ്ടാവുമതിൽ അവരൊക്കെ നിങ്ങൾക്ക് മറുപടി തരും. ഏതായാലും ബാങ്ക് വിളിക്കുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിൽ വെച്ച് കൂടുതൽ സംവദിക്കാം, നേരിൽ കാണാം. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ബൈ. Okay, thank you very much, Abdul Karim Shah, for a wonderful talk. Abdul Karim Shah ആണ് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. നമുക്കറിയാം മോണ്ടിസോറി അധ്യാപകർക്ക് ലാംഗ്വേജ് അറിയുക എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടി അബ്ദുൽ കരീം സാറിന് കീഴിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീം തന്നെ നമുക്ക് ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കുണ്ട്. തീർച്ചയായും ഓൺലൈനിൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഇംഗ്ലീഷ് പ്രാക്ടീസ് സെക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ MTTCന്റെ ലാബ് പ്രാക്ടിക്കൽ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട അൽഫോൻസ മാം ആണ്. സോ ഐ ഇൻവൈറ്റ് അൽഫോൻസ മാം ഫോർ ദിസ് സെഷൻ. മാം is here? Yeah, I'm here. Am I audible? Yeah, please. Yeah, you're audible. Please. Yeah, okay, fine. Yes. First of all, എല്ലാവരും ഞാൻ സ്വീസ് ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. എൻ്റെ പേര് അൽഫോൻസ. ഞാൻ സ്വീസ് ജോയിൻ ചെയ്തിട്ട് 6 months ആയിട്ടുള്ളൂ. ഓക്കെ, എൻ്റെ സബ്ജക്റ്റ് മോണ്ടസറി ഫിലോസഫി. അപ്പം നമുക്ക് ഒരുപാട് ഓൺലൈൻ അക്കാഡമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ സ്വീസ് ആണ് ഫസ്റ്റ് ടൈം ആയിട്ട് മൊബൈൽ ലാബ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ മൊബൈൽ ലാബ്. നമ്മളിപ്പം നിങ്ങൾ മോണ്ടസറി കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ മോണ്ടസറി ഈസ് എ മെത്തഡ് ഓഫ് ടീച്ചിങ് വിത്ത് മെറ്റീരിയൽസ് ആണ്. അപ്പൊ മോണ്ടസറി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഓൺലൈനിൽ ഓരോ മണിക്കൂർ ഇങ്ങനെ ക്ലാസ് കേൾക്കുന്നു, അത് കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ പ്രാക്ടീസ് കിട്ടും, നമ്മൾ എങ്ങനെ മെറ്റീരിയൽസ് അറിയും, എങ്ങനെ നമ്മൾ അത് കാണും, എങ്ങനെ നമ്മൾ അതിൽ വർക്ക് ചെയ്യും, ഇങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പലതും ഉണ്ടാവും. ഓക്കെ, അതിലൊന്നും നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. ബിക്കോസ് സ്വീസ് ഇപ്പം മൊബൈൽ ലാബ് മീൻസ് ഫ്രം കാസർഗോഡ് ടു ട്രിവാൻഡ്രം. ഓക്കെ, ഇങ്ങനെ ഓരോ മെറ്റീരിയൽസ് അവരുടെ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ എല്ലാ നാട്ടിലും. അപ്പം അവിടെ മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട്, ഓക്കെ, നിങ്ങൾ ചെയ്യുന്നത് ഓൺലൈൻ കോഴ്സ് ആയാലും നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് എന്താ മെറ്റീരിയൽസ് കാണാം, അതെങ്ങനെ യൂസ് ചെയ്യുന്നു. ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സസ് കിട്ടും. ലെസൺ പ്ലാൻ എങ്ങനെ എഴുതണം. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്താണ് മെയിൻ ആയിട്ട് വേണ്ടത്, നമ്മൾ ക്ലാസ്സിൽ ലെസൺ പ്ലാൻ വേണം അല്ലെ. നമ്മൾ എങ്ങനെ ക്ലാസ് എടുക്കും, ഏത് രീതിയിൽ എടുക്കും, എങ്ങനെയൊക്കെ എടുക്കണം അല്ലെ. നിങ്ങളൊരു ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലെ. എങ്ങനെ നമ്മൾ ക്ലാസ് എടുക്കും, അതിന് എങ്ങനെ ലെസൺ പ്ലാൻ എഴുതിയിട്ട് എങ്ങനെ ക്ലാസ് എടുക്കും എന്നുള്ള ഡെമോ ക്ലാസ് വരെ നിങ്ങൾക്ക് സ്വീസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ട്രെയിനിങ്ങിന് പോയാൽ അവിടെ എങ്ങനെ ക്ലാസ് എടുക്കണം, എങ്ങനെ നിങ്ങൾ ഡീൽ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വീസ് നിങ്ങൾക്ക് ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, വി ആർ ലൈക്ക് എ സെക്കൻഡ് ഹോം ഫോർ യു. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഓൺലൈനിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പൊ ചോദിക്കുന്നുണ്ട് ലൈക്ക് ഡിഗ്രി വേണോ, +2 മതിയോ, 10th സ്റ്റാൻഡേർഡ് മതിയോ.
Okay, I am the example for you all. Okay, ഞാൻ കുറേ ഒന്നും പഠിച്ചിട്ടില്ല. Okay, I have just completed my +2. Okay, ഞാൻ +2 മാത്രമേ കംപ്ലീറ്റ് ആയിട്ടു. ബിക്കോസ് പിന്നെ ഞാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാവരും പറഞ്ഞു നീ ഡിഗ്രിക്ക് കയറ്. ബട്ട് ആ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഐ ജോയിൻ MTTC. ഓക്കെ, പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് ദ വെരി നെക്സ്റ്റ് ഇയർ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഓക്കെ, ഇപ്പൊ പല പേർക്കും ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡ്രോബാക്ക് ഞാൻ നിങ്ങൾക്കൊന്ന് ഓർമ്മയിലേക്ക് പോയിക്കാം. ലൈക്ക് ബിഫോർ എല്ലാം നമുക്ക് മുമ്പെല്ലാം കേട്ടിട്ടുണ്ടാവും TTC അല്ലെ, TTC. ഓക്കെ, ആ TTC ഇപ്പം ആരെങ്കിലും TTC കോഴ്സ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും TTC കോഴ്സ് മാത്രം ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നോ, നോബഡി ഈസ് ഗോയിങ് വിത്ത് ബാക്ക് ടു TTC. ഇപ്പൊ എല്ലാവരും എന്താ ചെയ്യുന്നത്? PPTTC ആൻഡ് MTTC അല്ലെ. PPTTC എന്താ, നമ്മൾ ഗവൺമെന്റ് സ്കൂൾസിലൊക്കെ അധികം PPTC ആ ചോദിക്കുന്നത്. ഓക്കെ, ഈ MTTC അപ്പൊ MTTCക്ക് യൂസ് ഇല്ലേ? ഓക്കെ, സി മുമ്പ് TTC ആയിരുന്നു എല്ലാവരും ഫോക്കസ് ചെയ്തത്. ഓക്കെ, പിന്നീട് വന്നു PPTTC. They started focusing this. സി മുമ്പ് നമ്മൾ ഇന്റർനാഷണൽ ലൈക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ മോണ്ടസറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് ഫുൾ. മോണ്ടസറി വെച്ചാൽ നമ്മൾ മെറ്റീരിയൽസും വെച്ച് പഠിപ്പിക്കും, കൂടെ നിങ്ങൾ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം എന്നും കൂടി നിങ്ങൾക്ക് പഠിപ്പിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് പിന്നെ എന്താ പറയാ, മെറ്റീരിയൽസ് വെച്ച് പഠിപ്പിക്കുന്നതും ആക്ടിവിറ്റി ഓറിയന്റഡ് എന്ന് വെച്ചാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ആക്ടിവിറ്റി ഓറിയന്റഡ് ചെയ്യുമ്പോൾ നമുക്ക് ടീച്ചിങ് മെറ്റീരിയൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കുട്ടികളെ കളർഫുൾ ആക്കുന്നു അല്ലെ. കളർഫുൾ ആക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും കുട്ടികളെ പഠിപ്പിക്കും. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് യു ഷുഡ് ബി കോൺഫിഡൻസ്. ഓക്കെ, ആ കോൺഫിഡൻസ് നിങ്ങളിപ്പോ പല പേർക്കും എന്താ പറയാ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, പിന്നെ എനിക്ക് മലയാളം മാത്രമേ അറിയുന്നുള്ളൂ. അതിനാണ് നമ്മൾ സ്വീസിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കൊടുക്കുന്നത്, ടു മേക്ക് യു കോൺഫിഡൻസ് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അതേപോലെ മറ്റുള്ള സബ്ജക്ട്സ് ടീച്ചേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മലയാളത്തിൽ മാത്രമല്ലാതെ ഇടയ്ക്ക് ഇംഗ്ലീഷും കൂടി ഇട്ട് തരും. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാരിഫൈ ചെയ്തിട്ടേ നിങ്ങൾക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകും. ഓക്കെ, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. വി ആർ ഫ്രീ എനഫ് ടു ഇന്ററാക്ട് വിത്ത് യു ഓൾ. ഓക്കെ, അതേപോലെ നിങ്ങൾ ഒരു ക്ലാസ്സിൽ ഒരു ഇന്റർവ്യൂ പോകണമെങ്കിൽ ആ ഇന്റർവ്യൂ പോലെ എങ്ങനെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം, ഒരു ഡെമോ ക്ലാസ് എങ്ങനെ എടുക്കണം, എല്ലാ കാര്യം. ആഫ്റ്റർ യു ഗെറ്റ് ജോബ് ഓൾസോ നമുക്ക് കുട്ടികൾ ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്. ദേ ഡു കോൺടാക്ട് അസ്. ഇപ്പോഴും ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സ്കോപ്പാണ്. ഓക്കെ, സോ ഈ സ്വീസ് അക്കാഡമി, ഓക്കെ, ദിസ് ഇസ് യുവർ റൈറ്റ് ടൈം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് ഗ്യാപ്പ് വന്നല്ലോ, ഇനി ഞങ്ങൾക്ക് എടുത്താൽ ശരിയാവോ? അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്ത നെവർ തിങ്ക് നെഗറ്റീവ് ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ ഒരിക്കലും എനിക്ക് പറ്റുമോ, എനിക്ക് വേണോ വേണ്ട ഒരിക്കലും തിങ്ക് ചെയ്യണം. ദിസ് ഇസ് യുവർ റൈറ്റ് ടൈം ടു ചൂസ് ആൻഡ് യു ഹാവ് ചൂസൺ എ കറക്റ്റ് പ്ലാറ്റ്ഫോം ദാറ്റ് ഇസ് യുവർ സ്വീസ്. കറക്റ്റ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ മറ്റുള്ള അക്കാഡമിക്സിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ബട്ട് ഒരു അക്കാഡമിക്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ലൈവായിട്ട് മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് തരുന്നതൊന്നുമില്ല. ഓക്കെ, ഞാൻ കണ്ണൂർ കാസർഗോഡ്, ഓക്കെ, കാസർഗോഡ് എന്റെ നാടാണ്. ഓക്കെ, ഐ എം ഫ്രം തൃക്കരിപ്പൂർ. ഓക്കെ, ഈ പ്രാക്ടിക്കൽ ക്ലാസ് ഞാൻ ഇവിടെ ഇപ്പൊ 3 ബാച്ചസിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാച്ച് വൈസ് നിങ്ങൾ ഏത് ബാച്ചാണോ ആ ബാച്ചിൽ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ എല്ലാ കുട്ടികൾക്കും കാസർഗോഡ് വന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കണ്ണൂരിലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ എല്ലാ കുട്ടികൾക്കും കണ്ണൂർ വെച്ച്, ലൈക്ക് ദ സെയിം വേ ഇൻ കോഴിക്കോട്, ഇൻ മലപ്പുറം, വയനാട്, തൃശ്ശൂർ, ഇങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും, അവിടത്തേക്ക് നിങ്ങൾക്ക് വന്നിട്ട് ക്ലാസ് എടുത്ത് തരും. അതുകൊണ്ട് കണ്ണൂർ മാത്രമേ ഉണ്ടാവോ, കോഴിക്കോട് മാത്രമേ ഉണ്ടാവോ ഒന്നുമില്ല. നിങ്ങൾ എവിടെയാണോ നിങ്ങളെ നാട്ടിലേക്ക് നമ്മൾ സ്വീസ് ടീച്ചേഴ്സ് അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും പ്രാക്ടിക്കൽ ക്ലാസ് തരുന്നതായിരിക്കും. ഓക്കെ, എന്തിന്റെ PPTTCയും MTTCയും. PPTTC അറബിക് ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ അറബിക് ഡിഗ്രി കഴിഞ്ഞവർക്ക് അറബിക് ടീച്ചർ ആവേണ്ട കോഴ്സും കൂടി അറബിക് PPTTC ഉണ്ട്. ഓക്കെ, ഫൈൻ. അറബിക് ടീച്ചർ ആവേണ്ട കോഴ്സും ഉണ്ട്. എനിത്തിങ് എൽസ്? എന്റെ അടുത്ത് എന്തോ ചോദിച്ചു. ഫീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ചെയർമാൻ ആരാന്ന് ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെയർമാൻ അല്ലെങ്കിൽ നിങ്ങളെ മെന്റേഴ്സ് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. യെസ്, നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സെഷൻ തന്നെ ആയിരിക്കും. ഓരോരോ ദിവസം ഓരോരോ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സർ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ഇഫ് യു ആർ ഇൻ കർണാടക എന്താ ചെയ്യുന്ന വെച്ചാൽ, ഇഫ് യു ആർ എ മലയാളി, ഓക്കെ, കർണാടകയിൽ ഇഫ് യു ആർ എ മലയാളി യു ക്യാൻ ജോയിൻ, നോ ഇഷ്യൂസ്. ഐ തിങ്ക് കർണാടകയിലും കുട്ടികളുണ്ട് അല്ലെ തായ് സർ, റൈറ്റ്? വി ഹാവ് ഇൻ കർണാടക ഓൾസോ, റൈറ്റ്?
Hello, am I hello? Yes, ma'am. കർണാടകയിലും ഉണ്ടല്ലേ സർ? Sorry. ഓൺലൈൻ ക്ലാസ് അല്ലേ? We have online class. Actually, we have online class, so that's why anywhere, anytime they can join with us. Okay, UAE, no problem. Actually, this is that's why I'm said ഇത് ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ അക്കാഡമിയാണ് നമ്മുടേത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 1 lakh above സ്റ്റുഡൻസ് ഇതോടും തന്നെ മീൻസ് നമ്മുടെ ടീച്ചിങ് പ്രൊഫഷൻ കഴിഞ്ഞ് ഇറങ്ങിയ ആളുകളുണ്ട്. പല കോഴ്സുകളിലൂടെ ഓരോ മാസങ്ങളും 3 മാസങ്ങളും 10,000 വിദ്യാർത്ഥികളാണ് നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്റ്റേറ്റ് ആയാലും അല്ലെങ്കിൽ ഏത് മീൻസ് ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഉദാഹരണം UAE, സൗദി അറേബ്യ, വേറെവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റും എന്നതാണ്. ബിക്കോസ് ഇറ്റ്സ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഓക്കെ, താങ്ക് യു. ആൻഡ് മാം യു ക്യാൻ കണ്ടിന്യൂ. ഓക്കെ ഫൈൻ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ മലയാളിയാണ്, എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കർണാടക യു ക്യാൻ ഡു ദിസ്, നോ ഇഷ്യൂസ്. ഓക്കെ, ഐ ക്യാൻ സ്പീക്ക് ലൈക്ക് നിങ്ങൾക്ക് കന്നഡയിൽ ക്ലാസ് വേണമെങ്കിൽ സ്വീസ് അവർക്ക് ഐ ഡോണ്ട് നോ വെദർ യു പീപ്പിൾ ഐ തിങ്ക് ഹാരിസ് സർ നോസ് ദാറ്റ്. നിങ്ങൾക്ക് കന്നഡയിൽ ക്ലാസ് വേണമെങ്കിൽ ഐ എം റെഡി ടു ടേക്ക്. ഐ നോ കന്നഡ ആൻഡ് തമിഴ്. ഇഫ് യു വാണ്ട് ടു നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫൈഡ് ആയിട്ട് കന്നഡയിൽ നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ ഐ എം ഹിയർ ടു ടേക്ക്. If you want in Tamil, even I am ready to take in Tamil also. Okay, but എന്നാലും നിങ്ങൾ എന്താ ചെയ്യുക, ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പിടിക്കണം. എന്നെങ്കിലും മാത്രമേ യു ക്യാൻ സർവൈവ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ജോബ് വേണമെങ്കിൽ ഇംഗ്ലീഷ് എന്തായാലും നിർബന്ധം. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് മാറാൻ പാടില്ല. ഇപ്പൊ നമ്മളിപ്പം ജനിച്ചപാട് നമുക്കൊരു മലയാളം അറിഞ്ഞിട്ടല്ല നമ്മൾ പുറത്തേക്ക് വരുന്നത്, അല്ലെ? നമ്മൾ മദർ ടങ് അറിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്? ഇല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഏത് ഭാഷയാണ് നമ്മൾ ഒരു ഇന്ററാക്ട് ചെയ്തത്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്തായാലും നിർബന്ധമാണ്. ഓക്കെ, എനിക്ക് പേടിയാണ്. ദേവി മാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീച്ചറിന്റെ മെയിൻ ആയിട്ട് വേണ്ടത് കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഹൗ ടു ഇന്ററാക്ട്, എങ്ങനെ പരസ്പരം ഇന്ററാക്ട് ചെയ്യണം, ഹൗ ടു ഗെറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. ഓക്കെ, ടീച്ചേഴ്സായി നമ്മൾ വന്നിട്ട് ടീച്ചറായി കഴിഞ്ഞാൽ വി ആർ നോട്ട് ഗോയിങ് ടു ജസ്റ്റ് സ്റ്റോപ്പ് ദർ. നമ്മൾ ടീച്ചറായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിർത്തുന്നില്ല. വി ആർ ദ ലേണേഴ്സ്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, ആൻഡ് വി ആർ ദ ഗൈഡേഴ്സ് ഓൾസോ. ഓക്കെ ഓക്കെ, നമ്മൾ ടീച്ചറായി കഴിഞ്ഞാൽ, നമ്മൾ ജോലി ടീച്ചറായി കഴിഞ്ഞാൽ യു ഹാവ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ്. ഓക്കെ ഫൈൻ. PPTTC ആണോ MTTS? ബോത്ത് ആർ ഓൾമോസ്റ്റ് സെയിം. PPTCയിലെ പ്രൈമറി മെറ്റീരിയൽസ് മോണ്ടിസറിയിൽ മെറ്റീരിയൽസ് ഉണ്ടാവും. ഓരോരോ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഉണ്ടാവും. ഓക്കെ, ലെറ്റേഴ്സ് ആയിക്കോട്ടെ, സൗണ്ട്സ് ആയിക്കോട്ടെ, ബ്ലെൻഡിങ് ആയിക്കോട്ടെ, മാത്സ് ലൈക്ക് നമ്പേഴ്സ്, ഐഡന്റിഫിക്കേഷൻ, ക്വാണ്ടിറ്റി, ഡെസിമൽ സിസ്റ്റം, സബ്ട്രാക്ഷൻ, അഡീഷൻ, എല്ലാത്തിനും ഓരോ മെറ്റീരിയൽസ്. ആ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യു ജസ്റ്റ് തിങ്ക് ഇറ്റ് ഇസ് ലൈക്ക് വാവ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മിസ് ആക്കരുത്. ഓക്കെ, ഇഫ് യു ആർ വില്ലിംഗ് യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ഓക്കെ, ദിസ് ഇസ് എ റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് ചോയ്സ്. ഞാൻ അത്ര ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയും. ഓക്കെ, നിങ്ങൾക്ക് കന്നഡ വേണം, തമിഴ് വേണമെങ്കിൽ ഇഫ് ജസ്റ്റ് കോൺടാക്ട് വിത്ത് ദ മെന്റേഴ്സ് യു വിൽ ബി ഗെറ്റിംഗ്. ഓക്കെ ഫൈൻ, താങ്ക് യു. എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുണ്ടാവും, റൈറ്റ്? ഓക്കെ ഫൈൻ സർ, താങ്ക് യു. Okay, thank you. Thank you very much. Thank you very much, Alfonso ma'am, for your wonderful session. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷത്തിലെ വിദ്യാർത്ഥികൾ ഇന്ന് സ്വീസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം 100 കോടി മൂല്യമുള്ള ഒരു കമ്പനി ആയിരിക്കുകയാണ് സ്വീസ് എന്ന് പറയുന്നത്. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, അതുപോലെ കേരളത്തിന്റെ മറ്റു സ്റ്റേറ്റിലും, മറ്റു ദുബായ്, അബുദാബി, സൗദി അറേബ്യ ഡിഫറെന്റ് രാജ്യങ്ങളിൽ നിന്ന് വരെ നമുക്ക് മലയാളികളായിട്ടും അതുപോലെ മറ്റു സ്റ്റേറ്റിലെ ആളുകളൊക്കെ നമ്മുടെ ഈ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ തരം കോഴ്സുകളാണ് നമ്മുടെ സ്വീസിലുള്ളത്. ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് PPTC, MTTC, അതേപോലെ തന്നെ അറബിക് TTC, അതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്കുള്ള സംശയം ദൂരീകരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സ്വീസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഏകദേശം നമ്മുടെ 3 എക്സ്പേർട്ടുകൾ നിങ്ങളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അബ്ദുൽ കരീം സാറും അതേപോലെ തന്നെ അൽഫോൻസ മാം, അതേപോലെ തന്നെ ദേവി മാം ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറെ ആളുകൾ ചോദിച്ച ചോദ്യമാണ് അറബിക് TTC അവൈലബിൾ ആണെന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അറബിക് TTC അവൈലബിൾ ആണ്. ഒരു 5 മിനിറ്റ്സ് ടോക്കുമായിട്ട് നമുക്ക് നമ്മുടെ സിറാജ് സാറാണ് അറബിക് ഹെഡ് നമ്മുടെ സ്വീസിന്റെ അറബിക് TTCയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സർ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സർ ഓഡിബിൾ ആണോ? സിറാജ് ആണ്. Siraj sir is there? Okay.
ഓക്കെ, അദ്ദേഹം നമ്മുടെ കൂടെ ഉടനെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യും. നമുക്ക് വളരെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇപ്പോ അബ്ദുൽ കരീം ഷാ സിറാജ് സർ സർ മ്യൂട്ടാണ്. തായർ സർ മ്യൂട്ടാണ്. ഓക്കെ, ഐ എം റിയലി സോറി. ഹലോ ഞാൻ കുറെ സർ, ഓക്കെ ഫൈൻ. ഞാൻ കുറെ കാര്യം കേൾക്കാവോ? പറഞ്ഞു. ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഓക്കെ റൈറ്റ്. അപ്പോൾ നമുക്ക് ഇനി കുറെ ആളുകൾ ചോദിച്ച ചോദ്യമുണ്ട് അറബിക് TTCയുമായി ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും സീരീസിൽ അറബിക് TTCയും അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് അറബിക് TTCയുമായി ഇതിന്റെ കാര്യങ്ങൾ വളരെ ചെറിയ സമയത്ത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി, കാരണം എല്ലാവരും ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോ ഇഷ്യൂ, നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അറബിക്കുമായി ബന്ധപ്പെട്ട TTC ഹാൻഡിൽ ചെയ്യുന്ന അറബിക് ഹെഡ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സ്വീസിന്റെ സിറാജ് സർ, അദ്ദേഹം നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ്. സോ ഐ ഹാൻഡ് ഓവർ ദ സെഷൻ ഫോർ ദ സിറാജ് സർ. സർ പ്ലീസ്. താങ്ക് യു താഹിർ സർ. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. വളരെ സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതില്. അപ്പോ എന്തായാലും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഒരു ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് കടന്ന് വന്നിട്ടുള്ള, അതിനെ കുറിച്ച് പരിചയപ്പെടാൻ വന്നിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എല്ലാവരും അല്ലേ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, നല്ലൊരു ടീച്ചർ ആവാൻ കഴിയട്ടെ എന്ന് ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഓക്കെ. അതുപോലെ ഞാൻ ഓൾറെഡി ഒരു ക്ലാസ്സിലാണ്, അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലാണ്. നമുക്ക് അറബിക് TTC എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രീ പ്രൈമറി അറബിക് TTC എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്വീസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും SGV യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് അപ്രൂവലോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് SSLC കഴിഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അറബിക് TTC എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂൾ അല്ലാത്ത, അതായത് പ്രീ പ്രൈമറി, അതുപോലെ തന്നെ പബ്ലിക് സ്കൂളുകൾ, ഇസ്ലാമിക് സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ള സ്കൂളുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഒരു LKG മുതൽ LP വരെയുള്ള സെക്ഷനിലേക്കുള്ള സിലബസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ആ രൂപത്തിലുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്നത് ഏകദേശം 5 സബ്ജക്റ്റുകളാണ്. ഓക്കെ. സ്കൂളിൽ അറബി ഓക്കെ, 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. SSLC പാസ്സായ ആളുകൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 5 സബ്ജക്റ്റുകളെ കുറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഒരു 2 പേപ്പർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അറബിക് എന്ന് പറയുന്ന പേപ്പർ തന്നെ 2 എണ്ണം വരുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള പക്ക, ഇപ്പം കുറെ ആളുകൾ 10 വർഷം കഴിഞ്ഞിട്ടും 15 വർഷം കഴിഞ്ഞിട്ടും ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ 40 വയസ്സുള്ള ഓരോരുത്തരൊക്കെ ജോയിൻ ചെയ്തു. നോ പ്രോബ്ലം. നമുക്ക് എപ്പോഴാണ് പഠിക്കാൻ കഴിയുന്നത്, നമുക്ക് എപ്പോഴാണ് അവസരം ലഭിക്കുന്നത്, അവിടെ മുതൽ നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ടുള്ള ഗമനം സ്റ്റാർട്ട് ചെയ്യണം, മുന്നോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഓരോ അവസരം കിട്ടുക എന്നുള്ളത്, എപ്പോഴും അവസരങ്ങൾ കിട്ടൂല അല്ലെ. കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് യാഥാർത്ഥ്യമാക്കേണ്ടത്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ഈ അറബിക് TTCയിലേക്ക് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് ആയിട്ട് ലെറ്റേഴ്സ്, അറബിക് ലെറ്റേഴ്സ് മുതൽ, അവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അറബിക് ലെറ്റേഴ്സ് മുതൽ അങ്ങോട്ട് ഗ്രാമർ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറബിയിൽ വളരെ വിശദമായിട്ട്, വളരെ സുന്ദരമായിട്ട്, ലളിതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറബിക്കിലെ മറ്റൊരു പേപ്പർ വരുന്നത് കൊച്ചു കൊച്ചു കവിതകളാണ്. അതുപോലെ തന്നെ കുറച്ച് കഥകളും ചെറിയ രൂപത്തിലുള്ള ഈ കഥകളും കവിതകളും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത് കേട്ടോ, നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ചൈൽഡ് സൈക്കോളജി, പിന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഇങ്ങനെ ബാക്കി 3 സബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അറബിക്കിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ഓക്കെ, ബാച്ചുകളെ കുറിച്ചിട്ട് സാർമാർ സംസാരിക്കും. അപ്പോ അറബിക് എന്ന് പറയുന്നുള്ള ഈ ഒരു അറബിക് TTC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റില് ഇനി നമ്മള് ഓക്കെ സർ മ്യൂട്ടാണ്. ഓക്കെ, മോണ്ടിസോറിയെ കുറിച്ചിട്ടും അറബിക് TTCയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ ഒരുമിച്ച് ചെയ്യാൻ കഴിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഹാരിസ്. അറബിക് TTC 1 വർഷത്തെ കോഴ്സാണ് കേട്ടോ.
ഓക്കെ, ഇതിലിപ്പോ ഓൾറെഡി നമുക്ക് അറബിക് TTC യെ കുറിച്ചിട്ടും മോണ്ടിസോറി TTC യെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പ്രീ പ്രൈമറി TTC യെ കുറിച്ചിട്ടും സംസാരിച്ചല്ലോ. TTC 1 year അല്ല, PSC അപ്രൂവ്ഡ് അല്ല. PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള മോണ്ടിസോറിയെ കുറിച്ചിട്ട് ഹാരിസ് സർ സംസാരിക്കും. ഓക്കെ, ഇല്ല, ഇത് പ്രീ പ്രൈമറി അറബിക് TTC ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? അറബിക് TTC യെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? യെസ്, UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. താങ്ക് യു സിറാജ് സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് അതിൽ കുറെ ആളെ ചോദിച്ചതാണ് അറബിക് TTC മാത്രമാണ് ഉള്ളത്. അല്ല, നമ്മൾ അറബിക് TTCയും MTTCയും PPTCയും എല്ലാം ഉണ്ട്. എല്ലാം ഒരുമിച്ച് ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് കംഫർട്ട് ഏതാണ് നിങ്ങൾ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മോണ്ടിസോറി ടീച്ചർ ആവാം, അല്ലെങ്കിൽ അറബിക് ടീച്ചർ ആവാം. അറബിക് TTC എടുത്തു കഴിഞ്ഞാൽ അതേപോലെ PPTC, ഇത്തരം ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്വീസിൽ ഒട്ടനവധി കോഴ്സുകൾ, നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ 3 കോഴ്സുകൾ മാത്രമല്ല സ്വീസിൽ ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സ്വീസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. പ്ലേസ്മെന്റ് നമ്മൾ കൂടുതൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്ലേസ്മെന്റിന്റെ സാധ്യത എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ PSC ഒരുപാട് ക്വസ്റ്റ്യൻ, ഇഷ്ടം കണക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ട്. എന്താ പറയുക, ഇതിന്റെ ഫീസ് എത്രയാണ്, എങ്ങനെയാണ് ഇതിന്റെ മറ്റൊരു മെത്തേഡ് എങ്ങനെയാണ്, അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് 4 എക്സ്പേർട്ടുകളാണ് നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 4 ആളുകൾ പറഞ്ഞ കാര്യങ്ങളെ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഒരു സ്വീസിന്റെ ആരാധ്യനായിട്ടുള്ള ഓണറബിൾ ചെയർമാൻ ഓഫ് ദ സ്വീസ്, അദ്ദേഹത്തെ ശ്രീ CP ഹാരിസ് സർ, അദ്ദേഹം നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. സോ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ഹൃദയത്തോട് ചേർത്ത് സ്വാഗതം ചെയ്യാണ്. സർ, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. ഇത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും 200-ൽ പരം വിദ്യാർത്ഥികളാണ് ഈ ഒരു സ്വീസിന്റെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സന്ധ്യാസമയത്ത് നമ്മുടെ കോഴ്സിനെ പറ്റി അറിയാൻ വന്നത്. സോ ഐ ഹാൻഡ് ഓവർ ദ സെഷൻ ഫോർ ദ ഹോണറബിൾ ചെയർമാൻ ഓഫ് സ്വീസ് HEDTech, Shri CPM Haris sir. Please, sir. Thank you, sir. Thank you, sir. Thank you, teachers. Thank you, students. Very good evening. Am I audible to you? എന്നെ കാണുന്നുണ്ടോ? ആദ്യമായി നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഉള്ളത് കാറിലാണ്. ഞാനൊരു മെഡിക്കൽ ലീവിലാണ്. ബാക്ക് പെയിൻ ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഞാൻ 7 മണിയാകുമ്പോഴേക്കും ഫിസിയോതെറാപ്പി കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷെ നീണ്ടുപോയി, തിരക്ക് കാരണം. തിരൂരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബേസിക്കലി സെറ്റിൽഡ് ബാംഗ്ലൂരാണ്. ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓൺ ദ വേല് എൻ്റെ ഔദ്യോഗിക ഡ്രസ്സിലൊന്നല്ല, വീട്ടിലൊക്കെ സാധാരണ ഡ്രസ്സിലാണ് നിങ്ങൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും സ്വീസിന്റെ ചെയർമാൻ എന്താ ഇന്നിങ്ങനെ ടീഷർട്ടൊക്കെ ഇട്ടു എന്നുള്ളത് തോന്നൽ വേണ്ട. അതുപോലെ നിങ്ങൾ ക്ലാസ് കേട്ട സമയത്ത് തന്നെ നമ്മുടെ ദേവി മെസ്സിന്റെ ഒക്കെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളെ പഠിക്കുന്ന പോലെ നിങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 30 വയസ്സ്, 35 വയസ്സ്, 40 വയസ്സ്, 45 വയസ്സ് എന്നെ ഇപ്പൊ ഈ രീതിയിൽ പഠിപ്പിക്കുന്നു എന്നുള്ളത്. പക്ഷെ നിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ? ഞാൻ കാറിൽ ലൈറ്റ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഓൺ ദ വേലാണ്. നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചെറിയ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് കൊണ്ടുവരാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം കോഴ്സുകൾ. കാരണം മോണ്ടിസോറി ആണെങ്കിലും പ്രീ പ്രൈമറി ആണെങ്കിലും അറബിക് ആണെങ്കിലും ഇതിന് പ്രത്യേക മെത്തഡോളജിയാണ്. കാരണം അറബിക് മെത്തഡോളജി ഉണ്ട്, പ്രീ പ്രൈമറി മെത്തഡോളജി ഉണ്ട്, മോണ്ടിസോറി ഫിലോസഫി ഉണ്ട്. ഈ ഫിലോസഫി നമ്മൾ പഠിക്കുമ്പോഴാണ് മോണ്ടിസോറിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ടീച്ചറായി മാറുക. ഇപ്പൊ നിങ്ങളെ ഞാൻ വിളിക്കും ഷഹന, ഷിഫ, റുമൈസ, ജസീന എന്നൊക്കെ ഞാൻ വിളിക്കൂട്ടോ. പക്ഷെ അടുത്ത വർഷങ്ങൾ വിളിക്കൽ എങ്ങനെയാന്ന് അറിയാം. ഞാന് ഷഹനാസ് ടീച്ചറെ, റുമൈസ ടീച്ചറെ, ജസീന ടീച്ചറെ അങ്ങനെ വിളിക്കോളൂ. കാരണം പിന്നെ നിങ്ങൾ ടീച്ചറായി. പിന്നെ ആസ് എ ചെയർമാൻ ആണെങ്കിൽ പോലും നിങ്ങൾ ഞാൻ അങ്ങനെ വിളിക്കണ്ടേ? നിങ്ങൾ ടീച്ചറായി മാറി. ഇതുവരെ നിങ്ങളെ വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ഇളച്ചിയാണെങ്കിലും നാത്തൂരാണെങ്കിലും മൂത്തച്ചിയാണെങ്കിലും ഒന്നും അംഗീകരിക്കൂല. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ അയൽവാസികൾ, നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ എത്ര പറഞ്ഞിട്ടുണ്ടാവും, ഓ ഈ പ്രായത്തിലൊപ്പം ഇനിയിപ്പോ അവൾ പഠിക്കാൻ പോകുന്നത് അല്ലേ? അങ്ങനെ പറഞ്ഞ ആളുകളില്ലേ? ഇപ്പഴാ പഠിക്കാൻ പോകുന്നത്.
അവൾക്ക് വീട്ടിലിരുന്നോടെ വെറുതെ അവളിപ്പോ ചിലപ്പോ വീട്ടില് വീട്ടിൽ പണിയെടുക്കണം മടിക്ക് ഇനി പഠിക്കാൻ പോകണം ജോലിക്ക് പോകണം അങ്ങനൊക്കെ പറയണ്ടാവില്ലേ? ഇത്തരം ആളുകളൊക്കെ നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നറിയോ? ഇവരെ മക്കളെ പഠിപ്പിച്ചുകൊണ്ട് അയൽവാസിലൊക്കെ ഉള്ള ഇത്തരം നിങ്ങളെ പിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അയൽവാസികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയാം, ഒന്നും മിണ്ടരുത്, ചിരിച്ചാണ്ട് അവരോട് എന്ത് ചെയ്യാ, പ്രതികാരം ചെയ്യുക. എങ്ങനെയാണെന്നറിയോ? നാളെ അവരെ കുട്ടികളെ പഠിപ്പിച്ചാണ്ട് അവരെ കുട്ടികളെ കൊണ്ട് ടീച്ചറെ എന്ന് വിളിപ്പിക്കുക. എന്റെ പിന്നെ എന്റെ എളാപ്പാന്റെ മകള് ടീച്ചറാണ്, എന്റെ മകന്റെ ടീച്ചറാണ്. എനിക്ക് അവള് പെങ്ങളാണ്. ഇന്ന് അവൾ എന്തോ കാര്യത്തിന് വേണ്ടി വിളിച്ച സമയത്ത് മോനെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, പിന്നെ അമ്മച്ചിയെ ടോഫി ടീച്ചറെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാല് അവർക്ക് ആരാണത്? ആന്റിയാണ്. പക്ഷെ ടീച്ചറായത് വിളിട്ട് എന്തായി? ആന്റിയൊക്കെ മാറി ടീച്ചറായി മാറി. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അയൽവാസികളിൽ നാട്ടിലൊക്കെ നിങ്ങളെ ടീച്ചറാക്കണം. നാളെ നിങ്ങൾക്ക് ഇലക്ഷനൊക്കെ മത്സരിക്കുന്ന സമയത്ത് ബോർഡ് ഒക്കെ എന്തൊക്കെയാണെന്നറിയോ? ഷിഫ ടീച്ചറെ വിജയിപ്പിക്കുക. ഒരു ഉദാഹരണം പറയട്ടെ, ഞാൻ ഇങ്ങനെ പേരിൽ കാണുന്ന ആളുകളാണ്. റുമൈസ ടീച്ചറെ വിജയിപ്പിക്കുക, അമിത ടീച്ചറെ വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെക്കും. ഇന്നുവരെ നിങ്ങൾക്ക് കിട്ടാത്ത അംഗീകാരങ്ങളാണ് അതൊക്കെ, അല്ലേ? ആരെയും നിങ്ങൾ ടീച്ചർ വിളിച്ചിട്ടുണ്ടോ? ഇന്ന് ലോകത്തില് ഇത്ര റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേഷൻ വേറെ ഇല്ല. ടീച്ചർ ആയിക്കോട്ടെ, IAS ആയിക്കോട്ടെ, IPS ആയിക്കോട്ടെ. ഇതിനു മുന്നേ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഞാൻ ടൈപ്പ് ചെയ്യാൻ സമയം തരാം. നിങ്ങൾ ആദ്യം കേൾക്കുക. ഫസ്റ്റ് വേണ്ടത് നമ്മൾ ആസ് എ ടീച്ചർ ലിസണർ ആവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, അവസരം തരുന്ന സമയത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. ആ സമയത്ത് നിങ്ങളെ ചോദ്യങ്ങളെല്ലാം ഇപ്പൊ തൽക്കാലം നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തെങ്കിലും ചോദ്യം വരുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഞാൻ ഒരു 5 മിനിറ്റ് സമയം തരാം. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നോട് ചോദിക്കാൻ ഞാൻ ഉത്തരം തരാം. ഈ ക്ലാസ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കും നിങ്ങൾക്ക് ക്ഷമയില്ല എന്ന് മനസ്സിലാക്കുകയും. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമയോടെ കാത്തിരിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരു അവസരം ഞാൻ തരാം. ഇപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് പറയുന്നത് എന്നുള്ളത് അത് ലിസൺ ചെയ്യുക, അല്ലേ? ക്ലാസ്സിൽ നമ്മൾ LSWR എന്നുള്ള മെത്തേഡിലല്ല നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കൽ സാധാരണ. അതൊക്കെ നിങ്ങൾക്ക് വരും ലേണിംഗ്, റൈറ്റിംഗ്, റീഡിങ്, ലിസണിങ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക. ഇതാണ് ടീച്ചറുടെ മെത്തഡോളജിയിൽ ഫസ്റ്റ് വരുന്ന സംഭവം. അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലിസണർ ആവുക എന്നുള്ളതാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ലിസണർ ആയിരിക്കണം. ആരും തെറി പറഞ്ഞ സമയത്ത് നമ്മൾ കേട്ടിരുന്നിട്ട് ലിസണർ ആവണം. ചെറിയ കുട്ടികളോട് നമ്മൾ ലിസണർ ആവണം. എന്നാൽ മാത്രം നല്ലൊരു അധ്യാപികയുള്ളൂ, നല്ലൊരു രക്ഷിതാവുള്ളൂ, നല്ലൊരു ഫ്രണ്ട് ആവുള്ളൂ, നല്ലൊരു സുഹൃത്താവുള്ളൂ, നല്ലൊരു ബിസിനസ്മാൻ ആവുള്ളൂ. കേൾക്കുക എന്നുള്ളത്. അവസരം തരാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും. നിങ്ങൾ അവസരത്തിൽ നിങ്ങളുടെ ഡൗട്ടുകൾക്ക് എല്ലാം ഉത്തരം നൽകിയിട്ട് ഞാൻ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നാൽ മതി. 300 പേരുണ്ടായിരുന്നു, ഇപ്പൊ തന്നെ ആൾക്ക് ക്ഷമ ഇല്ലാതായിട്ട് ഇപ്പൊ 238 പേരായിട്ടുണ്ട്. പല ആളുകളും ക്ഷമ ഇല്ലാതായി. ഒരു കൊല്ലം നിങ്ങൾ എങ്ങനെ ഇരിക്കുക ക്ഷമയില്ലാതെ? ലൈവ് ക്ലാസ് ഉണ്ടോ, റെക്കോർഡ് ക്ലാസ് ഉണ്ടോ ഒക്കെ ചോദിക്കും. റെക്കോർഡ് ക്ലാസ് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. അപ്പൊ ഇന്നിപ്പോ ലൈവ് ക്ലാസ് നഷ്ടപ്പെടുത്താൻ നമുക്ക് റെക്കോർഡ് കേൾക്കാൻ വിചാരിക്കും. അങ്ങനെയല്ല വേണ്ടത്. കാരണം നമുക്ക് ആദ്യം വേണ്ടത് ഒരു അച്ചടക്കം എന്നുള്ളതാണ്, ടൈം മാനേജ്മെന്റ് ആണ്. കാരണം ഇന്നത്തെ ക്ലാസ് ഉണ്ട് പറഞ്ഞാൽ ഇന്ന് ക്ലാസ് എവിടെയാണെങ്കിലും, ഇപ്പൊ ഞാൻ കാറിൽ നിന്ന് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് എവിടെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് സമയം കണ്ടെത്തണം. ആ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. കാരണം ലൈവ് ക്ലാസ് പോലെ ഒരിക്കലും റെക്കോർഡ് ക്ലാസ്. ഒരുപാട് കാര്യം നിങ്ങളോട് സംസാരിക്കാൻ എനിക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ഒന്നാമത് ഞാൻ ഇരിക്കുന്ന പൊസിഷനിന് എനിക്കൊരു കംഫർട്ടല്ല. ഞാൻ കാറിൽ ഇരുന്നിട്ട് ഓഫീസിലല്ല. ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ ആണെങ്കിൽ എനിക്ക് വിഷയമല്ല. ഞാൻ മാക്സിമം ഓഫീസിൽ ഇരുന്നുകൊണ്ട് എന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ റൂമിലോട്ട് പോവാറുള്ളൂ. ഇപ്പൊ ഞാനൊരു മിനിഞ്ഞാന്നാണ് ഇവിടെ നാട്ടിലെത്തിയത്. ആദ്യം എന്നൊന്ന് ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. എന്റെ പേര് മുഹമ്മദ് ഹാരിസ് എന്നാണ്. 2009 മുതൽ എഡ്യൂക്കേഷൻ മേഖലയിൽ ഞാനുണ്ട്. പ്രീ പ്രൈമറിയും മോണ്ടിസോറിയും ഓഫ്ലൈൻ ആയിട്ടായിരുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ കോവിഡിന് ശേഷം കോവിഡ് 2 തരത്തിൽ നമുക്ക് വന്നത്, പ്രീ കോവിഡും പോസ്റ്റ് കോവിഡും, അല്ലെ? 2020 മാർച്ച് 20 വരെ പ്രീ കോവിഡും മാർച്ച് 20 ശേഷം പോസ്റ്റ് കോവിഡാണ്. ഈ പോസ്റ്റ് കോവിഡിൽ ഞാൻ ബാംഗ്ലൂരിലോട്ട് മാറുകയും പിന്നീട് നമ്മൾ ഓൺലൈനിലെ സംവിധാനം കൊണ്ടുവരികയും ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഓൺലൈനിലോട്ട് കൊടുക്കുന്നത്, അതും യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് സ്വീസ് ആയിരുന്നു. സ്വീസ് ഓൺലൈനിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഈവൻ നമ്മുടെ കൽക്കത്തയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് നിങ്ങൾ ഓൺലൈനിൽ ചെയ്യരുത്, മോണ്ടിസോറി അങ്ങനെ ഓൺലൈനിൽ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കില്ല ഇവർ പറഞ്ഞു. പക്ഷെ നമുക്ക് ഒരു ആശയം ഐഡിയയും ഉണ്ടെങ്കിൽ എല്ലാവരും പോകുന്ന പാതയിലൂടെ ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞാൽ
എനിക്ക് വിജയിക്കാൻ പറ്റില്ല. നിങ്ങൾ മറ്റുള്ളൊരാളെ കോപ്പി അടിച്ചിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളായിട്ടുള്ള ഒരു ആശയം കണ്ടെത്തിയിരിക്കണം. നിങ്ങൾ നിങ്ങളായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് കണ്ടെത്തിയിരിക്കണം. നിങ്ങൾ നിങ്ങളായിട്ടുള്ള പ്രസന്റേഷൻ സ്കില്ല് കണ്ടെത്തിയിരിക്കണം. ഇതുപോലെ ഫീസ് എന്ത് ചെയ്തു, മറ്റുള്ളവരുടെ ഒന്നും ചെവി കേൾക്കാതെ ഫീസ് തുടങ്ങി, ഓൺലൈനിൽ തുടങ്ങി. പല ആളുകളും പറഞ്ഞു ഓൺലൈനിൽ എങ്ങനെ സാർ ചെയ്യാം, മോണ്ടിസോറി എങ്ങനെ നടത്തുക, എക്സാം എങ്ങനെ നടത്തുക, അതിന് ലാബ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇതിനെല്ലാം ശിഷ്യന്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു വർഷത്തില് 5000-ലേറെ ടീച്ചേഴ്സ് പഠിച്ചിറങ്ങുന്ന സ്ഥാപനം ഇന്ത്യയിൽ സ്വീസില്ലാത്തൊരു സ്ഥാപനമില്ല. എല്ലാ സ്ഥാപനത്തിലും 100, 150, 200 കുട്ടികളാകുമ്പോൾ എന്തുകൊണ്ടാണ് സ്വീസിന്റെ കീഴിൽ ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ സിരാജ് സാർ പോയി, നമ്മളെ പിന്നെ കരീം സാർ പോയി, അത് പോയിരുന്നു, അതുപോലെ തന്നെ ദേവ് മിസ് പോകുന്നു. ഇതേ സമയത്തിന് പല ഭാഗത്തും ക്ലാസ് നടക്കുന്നുണ്ട്. കേരളത്തിൽ ക്ലാസ് നടക്കുന്നുണ്ട്, തമിഴ്നാട് ക്ലാസ് നടക്കുന്നുണ്ട്, കർണാടകയിൽ ക്ലാസ് നടക്കുന്നുണ്ട്. കർണാടകയിലുള്ള കുട്ടികൾക്ക് കർണാടകയിൽ ലാംഗ്വേജ് വേണമെങ്കിൽ കർണാടകയിൽ ക്ലാസ് ഉണ്ട്. തമിഴ് കുട്ടികൾക്ക് തമിഴ് ക്ലാസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും വ്യത്യസ്ത രീതിയിലുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും കന്നഡയിലും ഒക്കെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒരു കോഴ്സ് തെരഞ്ഞെടുത്തുള്ളതാണ്. കാരണം നിങ്ങൾ പഠിപ്പിച്ച ഒരു കുട്ടി 10-25 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 30 വർഷം കഴിഞ്ഞ് ഒരു നല്ലൊരു പൊസിഷനിലെത്തി, IAS ആവും, IPS ആവും, അതല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടർ ആവും, എഞ്ചിനീയർ ആവും, സയന്റിസ്റ്റ് ആവും, ബിസിനസ്മാൻ ആവും. ഈ സമയത്ത് ഈ കുട്ടികൾ ഇപ്പൊ നമ്മളൊക്കെ നടത്തുന്ന മാതിരി ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാക്കും. ആ കാലഘട്ടത്തിൽ എന്ത് ഗെറ്റ് ടുഗദർ ആണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഗെറ്റ് ടുഗദർ ആണ്. ഈ ഗെറ്റ് ടുഗദർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറയും, എടാ നമ്മളെ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ടീച്ചറില്ലേ, ആ ടീച്ചർക്ക് നമ്മൾ സമ്മാനം കൊടുക്കണ്ടേ? നിങ്ങളെ തേടി സമ്മാനങ്ങൾ എത്തും. ടീച്ചേഴ്സിന് മാത്രം കിട്ടുന്ന സംഭവമാണ് ഇങ്ങനെ. കാരണം പഠിപ്പിച്ച കുട്ടികൾ കുറെ കാലത്തിന് ശേഷം വീട്ടിൽ വരികയും സ്കൂളിൽ വരികയും സമ്മാനം കൊടുക്കുകയും ചെയ്യുന്നത് അല്ലേ? പോലീസുകാർക്ക് കിട്ടുമോ ഇങ്ങനത്തെ സമ്മാനങ്ങൾ? ഒരു കള്ളനെ പിടിച്ചിട്ട് ജയിലിലിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് നന്നായിട്ട് കള്ളം പോയിട്ട് സമ്മാനം കൊടുക്കുക, എന്നെ നന്നാക്കിയ പോലീസുകാരെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ജീവിതത്തിൽ ആ പോലീസ് സ്റ്റേഷൻ കയറില്ല അല്ലേ? ഇനി നിങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ആരാവട്ടെ, അവര് ചിലപ്പോൾ IAS ഉദ്യോഗസ്ഥന്മാരായിരിക്കാം, IPS ഉദ്യോഗസ്ഥന്മാരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലും മന്ത്രിമാരായിക്കോട്ടെ. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ എണീറ്റ് നിന്ന് പോകും. എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. വേറൊരു മേഖലയിലോ IAS ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാൽ പോലും IAS ഉദ്യോഗസ്ഥന് എണീറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല. റൂൾ അതാണ്, പ്രോട്ടോകോൾ. പ്രധാനമന്ത്രി വന്നിട്ട് മുന്നിൽ ഇരുന്നിട്ട് നോമിനേഷൻ കൊടുക്കുന്നു, എന്തെങ്കിലും കൊടുക്കാതെ പോകുന്നു. പക്ഷെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ എണീറ്റ് പോകും ഇവര്. കാരണം അത് റെസ്പെക്റ്റ് ആണ്. നിങ്ങൾ പഠിപ്പിച്ച റെസ്പെക്റ്റ് ആണ് അത്. നിങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളാണ് അവർ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഈ രീതിയിൽ നിങ്ങൾ നല്ലൊരു ടീച്ചർ ആവുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റാ. സ്ത്രീകൾക്ക് പറ്റിയ ഒത്തിരി കോഴ്സസ് ഫീസിൽ തന്നെ ഉണ്ട്. സാധാരണ നിങ്ങൾ എന്നല്ല ഏതൊരാളും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യം നോക്കും. അത് എന്തൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഒന്ന്, എന്ത് പഠിക്കണം എന്നുള്ളത് നോക്കും അല്ലേ? കുറെ കാലം ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ 4, 5, 10, 15 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കണം, എന്തെങ്കിലും ജോലി നേടാൻ വെച്ചിട്ട് സുഹൃത്തുക്കളോട് സംസാരിച്ചിട്ടുണ്ടാവും, കുടുംബത്തിൽ സംസാരിച്ചിട്ടുണ്ടാവും, ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ടുണ്ടാവും, തലങ്ങും വിലങ്ങും സെർച്ച് ചെയ്തിട്ടുണ്ടാവും, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും എന്ത് പഠിക്കണം എന്നുള്ളത്. അപ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് ടീച്ചേഴ്സ് ട്രെയിനിങ് ആവാം എന്നുള്ളത്. കാരണം അതാകുമ്പോൾ കുറച്ചും കൂടി റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ്, കുറച്ചും കൂടി ഈസിയാണ്. നിങ്ങളൊക്കെ വീട്ടമ്മമാരായതുകൊണ്ട് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. കാരണം ആസ് എ ടീച്ചർ നിങ്ങളൊരു സെക്കൻഡ് മദർ കൂടിയാണ്. ആ കുട്ടികളുടെ സെക്കൻഡ് മദർ കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ നോക്കുന്ന ഒരു കാര്യം എവിടെ പഠിക്കുക എന്നുള്ളതാണ്. മുക്കിലും മൂലയിലും 2009, 2010 ഈ സ്ഥാപനം നമ്മൾ തുടങ്ങുന്ന സമയത്ത് 2, 3, 4 സ്ഥാപനം കേരളത്തിലുള്ളൂ. ഇന്ന് പല ഭാഗത്തും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും പഠിച്ച സ്ഥാപനങ്ങളും എൻ്റെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് പല ഭാഗത്തുള്ളത്. അപ്പം ഇതൊക്കെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എവിടെ പഠിക്കണം എന്നുള്ളത്. കാരണം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിന് റെപ്യൂട്ടേഷൻ ഉണ്ടോ? നാളെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ മുങ്ങിപ്പോവോ? ഇതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വീസിന്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റും. പിന്നെ
കഴിഞ്ഞ പ്രാവശ്യം ഒരു 24 ന്യൂസിൽ സ്വീസിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മളതിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ താര സാർ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഓഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടി മൂല്യമുള്ള കമ്പനിയായിട്ട് സ്വീസ് മാറി. എഡ്യൂക്കേഷൻ സ്ഥാപനത്തില് പല ആളുകളും 10,000 രൂപക്ക് കോഴ്സ് പഠിക്കാണ്ട്, 5,000 രൂപക്ക് കോഴ്സ് പഠിക്കാണ്ട്, 20,000 രൂപക്ക് കോഴ്സ് പഠിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന സ്ഥാപനങ്ങൾ 2 വർഷം കഴിഞ്ഞാൽ പിന്നെ അപ്രത്യക്ഷമാകാറാണ്. നിങ്ങളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഫോക്കസ് ചെയ്യാൻ അവിടെ സ്ഥാപനം ഇല്ലാത്ത അവസ്ഥയാണ്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് സ്വീസ് ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ടീച്ചേഴ്സ്, എക്സ്പേർട്ട്, നമ്മുടെ തായർ സാർ പോലെ, കരീം സാർ പോലെ, അല്ലെങ്കിൽ നമ്മുടെ സിറാജ് സാർ പോലെ, അൽഫോൺസ് സാർ മിസ് പോലെ, ദേവ് മിസ് പോലത്തെ അല്ല, എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് മാത്രമേ ക്ലാസ് എടുക്കുള്ളൂ. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളുടെ സിലബസ് കണ്ടെന്ന് പറയാൻ പറ്റും. ഏറ്റവും നല്ല സിലബസ് ആയിരിക്കും. അപ്പൊ എവിടെ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ ചൂസ് ചെയ്യും. അവിടെ പൈസ കുറവുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റും 2 രൂപന്റെ പേനയുണ്ട്, 20 രൂപന്റെ പേനയുണ്ട്, 200 രൂപന്റെ പേനയുണ്ട് അല്ലെ? 2 രൂപന്റെ പേന വാങ്ങുന്നത് ജീവിതകാലത്തിൽ 2 രൂപന്റെ പേന വാങ്ങുള്ളൂ. അവനൊരിക്കലും 20 രൂപന്റെ പേന വാങ്ങൂല. 1000 രൂപന്റെ ചുരിദാർ മേടിക്കണം. നിങ്ങൾ 5000 രൂപന്റെ ചുരിദാർ ഉണ്ടെങ്കിൽ 1000 രൂപന്റെ ചുരിദാർ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1000 രൂപന്റെ ചുരിദാർ മേടിക്കുള്ളൂ. അവർ 5000 ചുരിദാർ ജീവിതത്തിൽ പോയില്ല, ആ ഷോറൂമിലേക്ക് വരില്ല. പക്ഷെ 5000 ചുരിദാർ വാങ്ങുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അതിന് ക്വാളിറ്റി ഉണ്ട്, അതിന് സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിൽ ഭംഗി ഉണ്ടാവും, അത് ലാസ്റ്റിംഗ് കിട്ടും. ഇതൊക്കെ അറിയുന്ന ആളുകൾ 5000 ചുരിദാറേ വാങ്ങുള്ളൂ. അല്ലാത്തവർ എന്ത് ചെയ്യും? പിന്നെ പൈസന്റെ വേറെ വിഷയമുണ്ട് കേട്ടോ. പൈസ എന്നുള്ളത് വേറെ വിഷയമുണ്ട്. പൈസ ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് ഡ്രസ്സ് നമുക്ക് പൈസ ഇല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ലോക്കൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതാക്കാം. പക്ഷെ വിദ്യാഭ്യാസം എന്നുള്ളത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ അല്ലെ? നിങ്ങളുടെ ഭാവിയാണത്. നിങ്ങളായാലും കുട്ടികൾ, വളരുന്ന കുട്ടികളുടെ ഭാവിയല്ലേ? ഈ ഭാവിയിലോട്ട് നിങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എവിടെയെങ്കിലും പോയി പഠിക്കുക എന്നുള്ളത് ഞാൻ ഒരിക്കലും കൺസേൺ ചെയ്യില്ല. സ്വീസ് എന്ന പ്രസ്ഥാനം ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റും, ഇത്രയും വർഷം ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈനായിട്ടും പഠിപ്പിച്ച എക്സ്പീരിയൻസും ആ ബ്രാൻഡ് വാല്യൂ ഉള്ളത് കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വഴിയാധാരാവില്ല എന്നുള്ളത് 100% 100% എനിക്ക് പറയാൻ പറ്റും. പഠിച്ച കുട്ടികൾ നേരത്തെ ദേവീസ് പറഞ്ഞ പോലെ തന്നെ പഠിക്കുന്ന സമയത്തിന് മിസ്സുമാർ വിടുകയാണ്, ഇന്റർവ്യൂവിന് പോകുമെന്ന് പറഞ്ഞാണ്ട് വിട്ടുകൊണ്ടിരിക്കുക. അവർ പോവും, പ്രസന്റ് ചെയ്യും, അവർക്ക് കിട്ടും. ഒരുപക്ഷെ 6000 7000 ഒക്കെ കാരണം ബേസിക് സാലറി. പക്ഷെ ആസ് എ ടീച്ചർ ബേസിക് സാലറി അതുണ്ടായിരുന്നെങ്കിലും പിന്നീട് നിങ്ങൾ എക്സ്പീരിയൻസ് അടിച്ച് നിങ്ങൾ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ കഴിഞ്ഞ 2-3 വർഷം പഠിപ്പിച്ചുകൊണ്ട് ഈ വർഷം പ്രിൻസിപ്പളായ കുട്ടികൾ വരെ നമുക്കുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയുടെ ഇമ്പോർട്ടന്റ്. 10ാം ക്ലാസ് പാസ്സാണോ നിങ്ങൾക്ക് ഈ കോഴ്സ് എടുക്കാൻ പറ്റും. മോണ്ടിസോറി TTC പഠിക്കാം, പ്രീ പ്രൈമറി TTC പഠിക്കാം, അറബിക് TTC പഠിക്കാം, നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാം. പല ആളുകളും ചോദിക്കും എന്താണ് മോണ്ടിസോറി, എന്താ പ്രീ പ്രൈമറി, നേരത്തെ കുറെ ചോദിക്കുന്നത് ഞാൻ കണ്ടു. ശരിക്കും പ്രീ പ്രൈമറി എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സിലബസ്, ഇന്ത്യൻ സിസ്റ്റമാണ്, ഇന്ത്യൻ കൾച്ചറിനനുസരിച്ച് മൊഡ്യൂൾ ചെയ്തിട്ടുള്ള പാട്ടും ഡാൻസും എഴുത്തും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പ്രീ പ്രൈമറി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്. എന്നാൽ മോണ്ടിസോറി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും അത് ഒരു യൂറോപ്യൻ കോൺസെപ്റ്റ് ആണ്. ഇറ്റലിയിലുള്ള മരിയ മോണ്ടിസോറി എന്നൊരു മാഡം ഈ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഓട്ടിസം പോലെ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വയം 3 വയസ്സും 4 വയസ്സായ കുട്ടികൾക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ, ഉദാഹരണം ഷർട്ട് ഇടാനും ഷൂ ഇടാനും അവർക്ക് സ്വന്തം ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തൊരു സാധനം പിന്നീട് വളർന്ന് മോണ്ടിസോറി വന്നു. സാധാരണ എല്ലാവരും പഠിച്ചിട്ട് പ്രാക്ടിക്കലി ഓറിയന്റഡ് 80% പ്രാക്ടിക്കലി ഓറിയന്റഡ് ആയിക്കോട്ടെ നമ്മുടെ പ്രോഗ്രാം ആയിട്ട് ഉണ്ടാവുക മോണ്ടിസോറിയിലോട്ട്. മോണ്ടിസോറി പഠിച്ച ഒരു കുട്ടിക്ക് പ്രീ പ്രൈമറി സ്കൂളിൽ പോയിട്ട് പഠിപ്പിക്കാൻ പറ്റും. എന്നാൽ പ്രീ പ്രൈമറി പഠിപ്പിച്ച ഒരു കുട്ടിക്ക് മോണ്ടിസോറി സ്കൂളിൽ ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം മോണ്ടിസോറി മെത്തേഡ് വ്യത്യാസമാണ്, മോണ്ടിസോറി അപ്പാരറ്റസ് വ്യത്യാസമുണ്ട്, മോണ്ടിസോറി ഒരു അപ്പാരറ്റസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ ഡിഫറെന്റ് ആണ്. പക്ഷെ പ്രീ പ്രൈമറി സംബന്ധിച്ച് നമുക്ക് കുറച്ച് കാർഡും പിന്നെ പപ്പറ്റ്സും അല്ലെങ്കിൽ കുറച്ചു സ്റ്റോറി ടെല്ലിംഗ് ബുക്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ മോണ്ടിസോറി സംബന്ധിച്ച് നേരത്തെ അൽഫോൺസ് മിസ് പറഞ്ഞതുപോലെ നമുക്ക് പിന്നെ അതിന്റെ അപ്പാരറ്റസ് കണ്ടും കേട്ടും തൊട്ട് അനുഭവിച്ച് പഠിക്കണം എന്നാൽ മാത്രമാണ് ആ കാര്യം പഠിക്കാൻ പറ്റും. പക്ഷെ ആ മോണ്ടിസോറി പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ നിങ്ങൾക്ക് ജോലി കിട്ടും. പക്ഷെ പ്രീ പ്രൈമറി പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമാണ് ഇതിന് സാധ്യത ഉള്ളത്. പിന്നെ ഇന്ത്യൻ സ്കൂളുകളല്ല ചില രാജ്യങ്ങളും സാധ്യത ഉണ്ട്. എന്നാൽ മോണ്ടിസോറി ആണെങ്കിലോ ലോകത്തിന്റെ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് എന്താണ് സാധ്യത കൂടുതലാണ്. ഇതാണ് നമ്മളെ മോണ്ടിസോറി പ്രീ പ്രൈമറി നമ്മളെ വ്യത്യാസം. മൂന്നാമത്തെ വരുന്ന നിങ്ങൾ ചോദിക്കുന്ന എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, മൂന്നാമത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമാണ് ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾ കുറെ സ്ഥലത്ത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവും,
നിങ്ങൾ 2, 3, 4, 5 സ്ഥലത്ത് അന്വേഷിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുണ്ടാവുക. 100% എനിക്കറിയാൻ പറ്റും. കാരണം നിങ്ങൾ പൈസ അടക്കുന്നതാണ്, നിങ്ങളെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാർ അധ്വാനിച്ചുണ്ടാകുന്ന പൈസയാണ്. ഇത് പോകാൻ പാടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഏതാണ് സർട്ടിഫിക്കറ്റ് വാല്യൂ. പല ആളുകളും പറയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകൃതം എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടാണ് ആളുകൾ എന്താ ചെയ്യല്, അഡ്മിഷൻ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകൃതം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകൃതം എന്ന് പറഞ്ഞിട്ട് ഒരു അംഗീകൃതമല്ല. ആദ്യം ഇത് മനസ്സിലാക്കുക. കുറെ NGOs കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട്. 2 രീതിയിലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം കൂടി ഞാൻ മനസ്സിലാക്കി തരാം. ഒന്നുകിൽ യൂണിവേഴ്സിറ്റി ആയിരിക്കണം, യൂണിവേഴ്സിറ്റിക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഇടാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള MHRD, മിനിസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, MHRDയുടെ കീഴിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ NSDC, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. ഈ 2 ഗവൺമെന്റ് ബോഡികളും അംഗീകരിച്ച സ്ഥാപനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ട്രസ്റ്റ് ഉണ്ടാക്കും. ഇപ്പൊ ഞാനും ഷബാനി സാബും ഒക്കെ ഇവിടെ ഇരുന്നിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മളൊരു കോഴ്സ് നടത്തും. എന്നിട്ട് ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ആ സർട്ടിഫിക്കറ്റ് നല്ല ഭംഗിയാക്കിയിട്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മറ്റു സ്ഥാപനത്തിലെ ആളുകൾ ഇതിനുണ്ടെങ്കിൽ ക്ഷമിക്കണം, യാഥാർത്ഥ്യം പറയാതിരിക്കാൻ എനിക്ക് നിവർത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ തെറി വിളിക്കരുത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനും നിങ്ങളും കൂടി ഇരുന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ട് സ്ഥാപനം ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവർക്ക് ഒരിക്കലും കോഴ്സ് നടത്താനുള്ള കോഴ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമേ ഇല്ല. നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ കീഴിലെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവർക്കൊന്നും കോഴ്സ് ആധികാരികമായിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമേ ഇല്ല. ആ പ്രിന്റിങ്ങിന് വരുന്ന 20 രൂപയുടെ വാല്യൂ ഉണ്ടല്ലോ, ആ 20 രൂപയുടെ വാല്യൂ മാത്രമേ സർട്ടിഫിക്കറ്റിനുള്ളൂ. ആ വാല്യൂ കോഴ്സിനുള്ളൂ. അവർക്ക് 2000 രൂപക്ക് കോഴ്സ് നടത്താം, 10,000 രൂപക്കും കോഴ്സ് നടത്താം. ഈ 20 രൂപ കഴിഞ്ഞ് ബാക്കിയെല്ലാം ലാഭമാണ്. അപ്പൊ അത്ര സ്ഥലത്ത് നമ്മൾ സർട്ടിഫിക്കറ്റ് നോക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് MHRDയുടെ. നിങ്ങൾ ഇനി നാളെ എവിടെയെങ്കിലും അന്വേഷിക്കണമെങ്കിൽ, ഞാൻ വളരെ ഫാസ്റ്റിലാണ് പോകുന്നത്, എന്റെ സംസാരം കുറെ സ്പീഡിലല്ലേ പോകുന്നത്, കാരണം ഞാൻ വഴിയിലാണ് നിൽക്കുന്നത്. പിന്നെ എന്റെ മക്കൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പൊ നിങ്ങളെ പോലെ തന്നെ പിന്നെ എനിക്ക് ധൃതിയുണ്ട്. തീർച്ചയായിട്ടും 2 മിനിറ്റ് ഞാൻ നിർത്തിയിട്ട് പിന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഞാൻ അവസരം തരാം. പിന്നെ അതുപോലെ തന്നെ എവിടെയും നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ ഈ കോഴ്സിന് നിങ്ങൾക്ക് MHRDയുടെ അപ്രൂവൽ ഉണ്ടോ ചോദിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ ഉണ്ടോ ചോദിക്കാം, അല്ലെങ്കിൽ NSDCയുടെ അപ്രൂവൽ ഉണ്ടോ ചോദിക്കാം. ഈ 3 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി അപ്രൂവലുള്ള സ്ഥാപനത്തിൽ മാത്രം ജോയിൻ ചെയ്യാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളൊന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കീഴിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ അധികാരമുള്ള സ്ഥാപനമല്ല. 16 വർഷത്തെ എന്റെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. ഇത് റെക്കോർഡാണ്. ഈ റെക്കോർഡ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് എവിടെയും പോയി അന്വേഷിക്കാം. ഞാൻ ഔദ്യോഗികമായിട്ടാണ് പറയുന്നത്, വെറുതെ ഒരു പിന്നെ സ്വീസിലോട്ട് കുറെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പറയുന്നതേ അല്ല. യൂണിവേഴ്സിറ്റി തലത്തിൽ ആദ്യമായിട്ട് കോഴ്സ് കൊടുക്കുന്നത് സ്വീസാണ്, ഓൺലൈൻ കോഴ്സ് കൊടുക്കുന്നത് സ്വീസാണ്. ആദ്യമായിട്ട് പ്രീ പ്രൈമറി അറബിക് പ്രൈമറി ഇന്ത്യയിൽ കൊടുക്കുന്നത് സ്വീസാണ്. സ്വീസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഓരോ മേഖലയിലും ആദ്യമായിട്ട് ഇന്ത്യയിലെല്ലാം കൊടുക്കുന്ന സ്വീസായിരിക്കും. കാരണം അത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള പിന്നെ ടീം സ്വീസിനുണ്ട്. നിങ്ങൾ ചിന്തിച്ചാൽ അറിയാൻ പറ്റും, 100 കോടി മൂല്യമുള്ള കമ്പനി ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ക്വൈറ്റ് ഈസി അല്ലേ? അത്ര എളുപ്പമാണോ അത്ര വലിയൊരു കമ്പനി ആവുക എന്നുള്ളത്? അല്ല. ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. എവിടെ പഠിക്കുന്ന സ്വീസിലാണ്. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിന്നെ ബുക്സ് ബൈ കൊറിയർ ആയിട്ട് നിങ്ങൾ വീട്ടിലെത്തും. ബാംഗ്ലൂർ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാൻ നല്ല അധ്യാപകരുണ്ട്. ഓരോ ഗ്രൂപ്പിലും നിങ്ങൾക്ക് അധ്യാപകർക്ക് പുറമെ ഒരു മെന്റർ കൂടെ ഉണ്ടാവും, നിങ്ങളെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെ പ്രശ്നം സോൾവ് ചെയ്ത് എന്നിട്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ സ്വിസ് ബാംഗ്ലൂർ ഓഫീസിൽ നിന്ന് ഒരാളും കൂടി നിങ്ങളെ ഗ്രൂപ്പിൽ ഉണ്ടാവും. മെന്റർക്ക് ടീച്ചർ എന്ത് ചെയ്യും, ടീച്ചർ ക്ലാസ് എടുക്കും, ടീച്ചർ പിന്നെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചൊക്കെ ചെയ്യും. നിങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ പിന്നെ ചില സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് മെന്ററോട് പറഞ്ഞ മെന്റർ പ്രശ്നം സോൾവ് ചെയ്യും. സ്വിസിന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രശ്നം 48 വർക്കിംഗ് ഡേയ്സിന്റെ ഉള്ളിൽ നിങ്ങളെ പ്രശ്നം സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചേഴ്സിന്റെ പുറമെ ഓരോ ഗ്രൂപ്പിലും മെന്റർമാരുണ്ടാവും. മെന്റർക്ക് പുറമെ സ്വിസിന്റെ അക്കാഡമിക് ഹെഡ് ആയിട്ടുള്ള സ്വിസിന്റെ ഓഫീസിന്റെ അഡ്മിനിസ്ട്രേഷൻ ഭാഗത്ത് ഒരാളുണ്ടാവും. കൂടെ ഞാനുണ്ടാവും. ഞാൻ ഒരിക്കലും നിങ്ങളോട് ആ ഗ്രൂപ്പിൽ ഇൻവോൾവ് ആവില്ല. ഞാൻ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. കാരണം എന്താ പറഞ്ഞാല് നിങ്ങളുടെ ചർച്ചകൾ കേൾക്കാനും എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിൽ
പെട്ടെന്ന് ഇൻവോൾവ് ആവാനും ഞാനുണ്ടാവും. ഏകദേശം കഴിഞ്ഞ 2021 മുതൽ സ്വിസില് വ്യത്യസ്ത കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് 1,00,000-ൽ പരം കുട്ടികൾ, അതിൽ 90% സ്ത്രീകൾ പഠിച്ചിറങ്ങുകയും 90 to 95% സ്ത്രീകൾ ജോലിയാവുകയോ സ്വയം ജോലി കണ്ടെത്തുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടി ഞാൻ ഇവിടെ അറിയിക്കണം നിങ്ങളെ. ഒരിക്കലും നിങ്ങൾ അടക്കുന്ന ഫീസിന് ഒരു കാരണവശാലും പിന്നെ മൂല്യമില്ലാതിരിക്കില്ല, സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാതിരിക്കില്ല, ഒന്നും ചെയ്യില്ല. 3 യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ ജെയിൻ യൂണിവേഴ്സിറ്റി തൽക്കാലത്തേക്ക് ആ കോഴ്സ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജയ്പൂരിലെ സുരേഷ് ഗ്യാൻ വിഹാർ യൂണിവേഴ്സിറ്റി SGV ആണ്, NAC A++ യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പിന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. മൂന്നാമത് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അത് ഞാൻ 15 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിവീൽ ചെയ്യുള്ളൂ. അത് 2 തരത്തിൽ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒരു പേപ്പർ കൂടി എത്താനുണ്ട്. പക്ഷെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്, PSC അപ്രൂവ്ഡ് കോഴ്സുകൾ നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇന്ന് മോണ്ടിസോറിക്ക് PSC അപ്രൂവൽ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. നാളെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് വാല്യൂ ഉണ്ടാവും. പക്ഷെ ഫീസ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമാണ്. നോർമൽ നമ്മുടെ ഫീസിന്റെ ഫീസ് വരുന്നത് സാധാരണ വരുന്നത് മോണ്ടിസോറിയിലോട്ട്, മോണ്ടിസോറി പ്രീ പ്രൈമറി അറബിക് ആണെങ്കിൽ 15,000 രൂപയും, അതുപോലെ തന്നെ പ്രീ പ്രൈമറി ആണെങ്കിൽ സർട്ടിഫിക്കറ്റും പ്രീ പ്രൈമറി 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് സർട്ടിഫിക്കറ്റും പ്രീ പ്രൈമറി 15,000 രൂപയും, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി +2 കഴിഞ്ഞവർക്ക് 20,000 രൂപയും, മോണ്ടിസോറി ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ മോണ്ടിസോറി 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് 30,000 രൂപയും, ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞവർക്കുള്ള മോണ്ടിസോറി 35,000 രൂപയാണ് വരുന്നത്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിൽ ആ ഫീസ് ഏകദേശം 45,000 രൂപ വരും. കാരണം ആ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി പേയ്മെന്റ് തന്നെ വലിയൊരു പേയ്മെന്റ് വരുന്നുണ്ട്. ആ കോഴ്സിന് 45,000 രൂപയാണ് ഫീസ് വരുന്നത്. പക്ഷെ നമുക്ക് എന്താണ്, മറ്റുള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാം വാല്യൂഡ് ആണ്. പക്ഷെ സൗത്ത് ഇന്ത്യയിലുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി വാല്യൂ അതിനുള്ളത് കൊണ്ട് പേയ്മെന്റ് യൂണിവേഴ്സിറ്റി കുറച്ച് കൂടുതൽ മേടിക്കുന്നു എന്ന് മാത്രം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ജില്ലാ ബേസിൽ പിന്നെ പ്രാക്ടിക്കല് ഓൺലൈനിന്റെ പകരം തന്നെ ഓൺലൈനിന്റെ കൂടെ തന്നെ ഓഫ്ലൈൻ ആയിട്ട് ക്യാമ്പ് ഉണ്ടാവും. ഡിസ്ട്രിക്ട് വൈസിൽ ക്യാമ്പ് ഉണ്ടാവും, സ്റ്റേറ്റ് വൈസ് ക്യാമ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്ന ഉള്ള ജില്ലകളിൽ മോണ്ടിസോറി ലാബിന്റെ സൗകര്യം ചെയ്തു തരും. സ്റ്റുഡൻസ് കുറവുള്ള ജില്ലകളാണെങ്കിൽ തൊട്ടടുത്ത ജില്ലയിൽ ലാബ് സൗകര്യം ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4-5 ദിവസം ലാബ് പഠിക്കുക. ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് 1 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ അഭിമാനത്തോടെ ഷീസ് സർട്ടിഫൈഡ് അക്രഡിറ്റഡ് ടീച്ചറായി മാറും. നാളെ നിങ്ങളെ ഞാൻ വിളിക്കും. ഷബാന ടീച്ചർ, റുസിയ ടീച്ചർ, അമൃത ടീച്ചർ, ബുഷ്ര ടീച്ചർ, ഇങ്ങനെ വിളിച്ചാണ് വിചാരിക്കും. ഞാൻ മാത്രമല്ല, സൊസൈറ്റി മൊത്തം നിങ്ങൾ വിളിക്കും. നിങ്ങൾ അയൽവാസികൾ പോലും ഇന്ന് നിങ്ങൾ വിളിച്ച താത്ത എന്ന് വിളിച്ചിറക്കുന്ന റുമൈസ എന്ന് വിളിക്കണം. നിങ്ങളെ നാളെ എന്ത് ചെയ്യും, റുമൈസ ടീച്ചറെ എന്ന് വിളിക്കണ രീതിയിൽ നിങ്ങളാവും. എല്ലാവർക്കും വേണ്ട എന്താണ് അല്ലേ, ഒരു ഡോക്ടർ ആണെങ്കിൽ 5 വർഷം പഠിക്കണം അല്ലേ, എന്നിട്ട് 5 വർഷം കഴിഞ്ഞാൽ ഡോക്ടറിനുള്ള ഒരു ബോർഡ് വെക്കാൻ പറ്റുള്ളൂ. അഡ്വക്കേറ്റ് ആണെങ്കിൽ മിനിമം 3 കൊല്ലം പഠിക്കണം. അപ്പോഴും എന്നാലും അഡ്വക്കേറ്റ് വെക്കാൻ പറ്റുള്ളൂ. 1 കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, നിങ്ങളെ പേരിന്റെ കൂടെ ടീച്ചറിന് എഴുതാൻ പറ്റും. അതും ഔദ്യോഗികമായ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോട് കൂടെ. നിങ്ങളെല്ലാം ചെയ്യേണ്ടത്രേ ഉള്ളൂ. നിങ്ങൾ ആര് വഴിയാണോ നിങ്ങൾ ഈ ലിങ്ക് കയറിയത് അവരുമായി സംസാരിക്കുക, വേഗത്തിൽ അഡ്മിഷൻ എടുക്കുക. പിന്നെ ജൂൺ ലാസ്റ്റ് ആകുമ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ജൂൺ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബുക്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലെത്തും. ആ ബുക്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക, നല്ല ടീച്ചർ ആവുക. എല്ലാവർക്കും നല്ലൊരു ഭാവം നേരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഹാരിഷ്. കാരണം ഇതിന്റെ ഔദ്യോഗികമായിട്ട് നിങ്ങൾക്കൊരു ആള് ഉറപ്പ് തരിക എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ്. കാരണം നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് തന്നെ നമുക്ക് ദേവിക മാം, അതേപോലെ അൽഫോൺസ് സർ, അതേപോലെ അബ്ദുൽ കരീം ഷാ, സിറാജ് സർ, അത്രയും ആളുകൾ, എക്സ്പേർട്ടുകൾ വിവിധ വിഷയങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സീസിനെ സംബന്ധിച്ചിടത്തോളം. ഒരു കോഴ്സിനെ വെറുതെ ചേരുക എന്നുള്ളതല്ല, അതിനപ്പുറം അതിന്റെ ആധികാരികമായിട്ട് ഉറപ്പുവരുത്തുകയും കൃത്യമായിട്ട് ആ കോഴ്സിനെ പറ്റി മനസ്സിലാക്കുകയും അതിനുശേഷം ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു സമയത്ത് തന്നെ ഒരുപാട് ആളുകളാണ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതിനെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ജൂണിൽ നമ്മുടെ പുതിയ ബാച്ചുകൾ, എല്ലാ മാസവും നമുക്ക് പുതിയ പുതിയ ബാച്ചുകളാണ്, ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളാണ്
അധ്യാപകരാവാൻ വേണ്ടി നമ്മുടെ ഈ ഒരു സീസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല മികച്ച അധ്യാപകരായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കാം. എന്തെങ്കിലും ഉടനെ എന്തെങ്കിലും TTCക്ക് ഡിഗ്രിക്ക് വേണമെന്നോ? നോ, TTCക്ക് ഡിഗ്രി വേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള കാര്യം ചോദിക്കണമെങ്കിൽ, എമർജൻസി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു സെഷൻ കൂടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതൊരു റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഭാഗങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വൈകി വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അത് റെക്കോർഡുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, ഏത് യൂണിവേഴ്സിറ്റി എന്നാണ് ചോദിക്കുന്നത്? തീർച്ചയായിട്ടും അത് ഹാരിസ് സർ അതുമായി ബന്ധപ്പെട്ട് എങ്ങുമായി സംസാരിക്കും. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് SGV സുരേഷ് ഗ്യാൻ യൂണിവേഴ്സിറ്റി ജയ്പൂരാണ്. രണ്ടാമത് സൗത്ത് ഇന്ത്യയിലുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. അതിപ്പോ റിവീൽ ചെയ്യാത്തത് യൂണിവേഴ്സിറ്റിയുടെ ഒരു പേപ്പർ നമ്മളെ കയ്യിൽ എത്താനുണ്ട്. എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ യൂണിവേഴ്സിറ്റി ഇങ്ങനെ മനസ്സിലാക്കുക. കേരള PSC അപ്രൂവ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അറബിക്കിനെ കുറിച്ചിട്ട് സിറാജ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ സബ്ജക്റ്റും മോണ്ടിസോറി ആവട്ടെ, പ്രീ പ്രൈമറി ആയിക്കോട്ടെ, എല്ലാറ്റിനും ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ചൈൽഡ് സൈക്കോളജി കോമൺ ആയിരിക്കും. പിന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ സ്കൂൾ മാനേജ്മെന്റ് പ്രീ പ്രൈമറിക്കും അറബിക്കിനും ഉണ്ടാവും. പ്രീ പ്രൈമറിക്കും മോണ്ടിസോറിക്കും വരുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ചൈൽഡ് സൈക്കോളജി, സ്കൂൾ മാനേജ്മെന്റ്, അതുപോലെ തന്നെ പ്രീ പ്രൈമറി മെത്തഡോളജി, മോണ്ടിസോറി മെത്തഡോളജി. അറബിക്കിന് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ചൈൽഡ് സൈക്കോളജി, അതുപോലെ തന്നെ അറബിക്കിന് 2 പേപ്പർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അവിടെ സ്കൂൾ മാനേജ്മെന്റ് ഇല്ല അറബിക്കിന്. ഇത്രയും കാര്യങ്ങളാണ് സബ്ജക്ട് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഗഡുക്കളായിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നെ ഈ 2 മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് അടക്കാം. ഫസ്റ്റ് പേയ്മെന്റ് മാത്രം 7500 rupees നിങ്ങൾ അടക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബുക്സും കാര്യങ്ങളും എത്തും. പിന്നെ ഓരോ മാസവും നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി. മോണ്ടിസോറിക്ക് വരുന്നത് 30,000, 35,000. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി മോണ്ടിസോറി ആണെങ്കിൽ 45,000 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? പ്രീ പ്രൈമറി 15,000 രൂപ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, ഡിപ്ലോമക്ക് 20,000 രൂപയും 15,000, 20,000 രൂപയും വരുന്നത്. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഡിപ്ലോമ എടുക്കാം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എടുക്കാം. അതുപോലെ തന്നെ ഇതിലെ കൂട്ടിച്ചേർക്കേണ്ട നമ്മുടെ സർട്ടിഫിക്കറ്റ് കോൺവെക്കേഷൻ സെറമണിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രൗഢി നൽകുന്ന ഒരു അഭിമാന നിമിഷമായിരിക്കും അതെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. കാരണം എല്ലാ 3 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കോൺവെക്കേഷൻ സെറമണി, ഈ ഒരു നേരത്തെ സാർ പറഞ്ഞപ്പോൾ റുമൈസ എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു ജോയിൻ ചെയ്യുമ്പോൾ പിന്നീട് ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ റുമൈസ ടീച്ചറായിട്ട് മാറുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള നിമിഷമുണ്ട്. ആ നിമിഷത്തിലേക്ക് തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാക്കളെയും നിങ്ങളുടെ പാരന്റ്സിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് വലിയൊരു പ്രൗഢഗംഭീരമായ സദസ്സിന് മുന്നിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യാന്നുള്ളതാണ്. അത് ഭയങ്കരമായിട്ടുള്ള നിങ്ങൾക്ക് പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം വർഷങ്ങളായിട്ട് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. എഡ്യൂക്കേഷൻ കുറെ കാലത്തിന് ശേഷം നിർത്തിവെച്ച ആളുകളുണ്ടായിരിക്കും. അവർക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് യു ഹാവ് ടു യൂസ് ദീസ് ഓപ്പർച്യൂണിറ്റീസ് ഇഫ് യു നീഡ് ദിസ് വൺ. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത ആളുകളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എൻഗേജ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂസിന്റെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാം സ്യൂസ് ഒഫീഷ്യൽ അല്ലെങ്കിൽ സ്യൂസ് .India അല്ലെങ്കിൽ സ്യൂസ് ഇങ്ങനെയുള്ള സ്യൂസിന്റെ ഒഫീഷ്യൽ പേജുകൾ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്യൂസിന്റെ എല്ലാ പ്രോഗ്രാമും നിങ്ങൾക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സ്യൂസിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാം കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീസണുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻ, അതേപോലെ കൂടുതൽ ഇൻഫർമേഷൻ, പുതിയ കോഴ്സുകൾ, മറ്റുള്ള ഇവിടെ പറഞ്ഞ വെറും ജസ്റ്റ് എന്താ പറയുക TTC, അറബി TTC, MTTCയുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ്. നൂറുകണക്കിന് ഒരുപാട് വ്യത്യസ്തമായ കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ അപ്ഡേഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യുക. സീസണുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേഷൻ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. അറബി TTC ക്ലാസ് എപ്പോഴാണ് തുടങ്ങുക എന്നുള്ളത് തീർച്ചയായിട്ടും ഓരോ മാസങ്ങളിൽ നമുക്ക് പുതിയ പുതിയ ബാച്ചുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ജൂൺ മാസത്തിലെ ബാച്ചുകളിലേക്ക് നമ്മൾ അഡ്മിഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്തരം ആ ഒരു ജൂൺ മാസത്തേക്ക് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ശരി. ഇനി വേറെ എന്തെങ്കിലും ക്ലാസ് ടൈമിൽ അത് എന്താ പറയാ, ഡിപ്പെൻഡ് ഓൺ ആ ഒരു ടീച്ചറും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ആ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പോൾ താൽക്കാലം ഒരു വൈൻഡ് അപ്പ് ചെയ്യാം. ഹാരിസ് സാർ, ലെറ്റ് മീ വൈൻഡ് അപ്പ്. ഓക്കെ, ഡെയിലി ക്ലാസ് ഉണ്ടായിരിക്കും, കൃത്യമായി ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഓക്കെ,
Okay, anyone from the Swiss, Razia ma'am? What is next? Let's all wind up. സർ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ Yes, കട്ടാവും sir. 9. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്തായാലും കുറെ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുമായി ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അവരുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടി നിങ്ങൾ കണക്ട് ചെയ്യുക. അവരെ നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞുതരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു സമയം നിങ്ങൾ ഇത്രയും നേരം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തതിനും ഒരു പുതിയൊരു കോഴ്സ് അതിനെപ്പറ്റി അറിയാൻ കാണിച്ച ഒരു ക്യൂരിയോസിറ്റി എല്ലാവരെയും നിങ്ങളുടെ സമയത്തെയും എല്ലാവരെയും വിലമതിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ബൈ. താങ്ക് യു സർ. വെൽക്കം.